السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صدق الله مولانا العظيم. ബഹുമാനമുള്ള സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, കാരണവന്മാർ, പ്രസ്ഥാന ബന്ധുക്കൾ, ഈ മഹത്തായ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള ബഹുമാന്യരായ സഹോദരന്മാർ, വളരെ സുദീർഘമായ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നു നോക്കുമ്പോൾ ദർസിൽ എൻ്റെ കൂടെ പഠിച്ച ആളുകൾ ഈ സദസ്സിലുണ്ട്, സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച ആളുകൾ ഈ സദസ്സിലുണ്ട്, അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്ത മഹലിലുള്ള ആളുകൾ ഇവിടെയുണ്ട്. അപ്പം ഇല്ലാത്തതൊന്നും പറയാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടൂടെ, കാരണം എല്ലാവരും ഇത് ലൈവായിട്ട് ഇങ്ങനെ കാണുകയാണല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ സദസ്സ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനയെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സാണ്. അതുകൊണ്ട് സുദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്തിൽ 3-4 പ്രാവശ്യം ഉംറയ്ക്ക് ആളുകളെയും കൊണ്ട് ഇവിടെ വരും. അപ്പോൾ വരുമ്പോഴൊക്കെ ബഹുമാനപ്പെട്ട നമ്മളെ അയൽവാസിയായ നമ്മുടെ നാട്ടുകാരനായ ബഹുമാനപ്പെട്ട സാലിം സാഹിബ് അൽവാഫിലെ അദ്ദേഹം ഇറക്കനെ വിളിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10-50 ആളെയും കൊണ്ട് ഇവിടെ ഉംറയ്ക്ക് വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തണ്ടാൻ പോയിട്ടുണ്ടെങ്കിൽ നാട്ടിൽ 7 കൊല്ലം ജോലി ചെയ്തു. അപ്പൊ ഈ 7 14 കൊല്ലത്തെ ഈ വളരെ അടുത്ത ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനു മുമ്പ് സൂറത്ത് ഫുസ്സിലത്തിലെ 30-ാമത്തെ ആയത്താണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചിട്ടുള്ളത്. സാധാരണ മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ആയത്താണത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഒരു കൂട്ടം ആളുകൾ ഖാലൂ, അവർ പറയുമെന്ന് പറഞ്ഞാൽ പറയുന്നതിനനുസരിച്ച് അവർ പ്രവർത്തിക്കും. എന്തു പറയും? റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയും. അപ്പൊ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയും. ആ പറയുന്നതിനനുസരിച്ച് രക്ഷിതാവായ അല്ലാഹു എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു എന്ന നിലയ്ക്ക് ഒരാൾ പ്രവർത്തിക്കും. സുമ്മസ്തഖാമു, അങ്ങനെ വരുമ്പോൾ ഇസ്തിഖാമത്തിലുള്ളൊരു ജീവിതം, ഇസ്തിഖാമത്ത് നാടൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നല്ല നിലക്കുള്ളൊരു ജീവിതം ഒരാൾ നയിച്ചാൽ, അപ്പം നല്ല നിലക്കുള്ള ജീവിതം നയിക്കണമെങ്കിൽ അയാളുടെ ജീവിത രീതികൾ, പ്രവർത്തനങ്ങൾ, പ്രവർത്തന മേഖലകൾ, വിശ്വാസങ്ങൾ, കർമ്മങ്ങൾ അതൊക്കെ നന്നാകുമ്പോഴാണ് ജീവിതം നല്ല നിലക്കാകുന്നത്. അപ്പം അങ്ങനെ നല്ല നിലക്ക് ഒരാൾ ജീവിച്ചു, പലിശ കൊടുത്തില്ല, പലിശ വാങ്ങിയില്ല, ആളെ പറ്റിച്ചിട്ടില്ല, വേണ്ടാത്തരം ചെയ്തിട്ടില്ല, നിസ്കാരം ഖളാക്കിയിട്ടില്ല, അതുപോലെ ഹറാമായ കാര്യങ്ങളിൽ നിന്നൊക്കെ 100% മാറി നിന്നു. അങ്ങനെ ഒരാൾ ഇസ്തിഖാമത്തിന്റെ ജീവിതം നയിച്ചാൽ അയാൾക്ക് അല്ലാഹു കണക്കാക്കപ്പെട്ട ഒരു അവധിയുണ്ട്. 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സ്, എത്രയാണോ അയാൾക്ക് അല്ലാഹു കണക്കാക്കിയതെങ്കിൽ ആ വയസ്സ്. 100-ാമത്തെ വയസ്സിലൊക്കെ മരിച്ചാൽ പത്രത്തിലെ 1-ാമത്തെ പേജിൽ പെട്ടിക്കോളത്ത് വരും 100-ാമത്തെ വയസ്സിൽ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ നിലക്ക് അയാൾക്ക് കണക്കാക്കപ്പെട്ട അവധി സമയം എത്തിക്കഴിഞ്ഞാൽ അയാൾ മരിക്കും. മരിക്കുന്ന സമയത്ത് അയാളെ ചുറ്റും ബന്ധുക്കളുണ്ടാകും, ഒരുപക്ഷെ കൂട്ടുകുടുംബങ്ങളുണ്ടാകും, ഭാര്യ ഉണ്ടാകും, ഭാര്യയാണ് മരിക്കണമെങ്കിൽ ഭർത്താവ് ഉണ്ടാകും. ഇങ്ങനെ ബന്ധപ്പെട്ട ആളുകൾ ചുറ്റും കൂടി നിൽക്കും. അപ്പൊ കൂടി നിൽക്കുന്ന സമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, റഹ്മത്തിന്റെ മലക്കുകൾ ഈ മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ സമീപത്ത് റഹ്മത്തിന്റെ മലക്കുകൾ സമീപത്തിറങ്ങും. ഈ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്നത് ചുറ്റും കൂടി നിൽക്കുന്ന ഒരാളും കാണൂല.
ഈ റഹ്മത്തിന്റെ മലക്കിറങ്ങിയിട്ട് ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ചെവിയിൽ പറയും, നിങ്ങൾ ബേജാറാകേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. അല്ലാഹു നിങ്ങൾക്ക് സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുണ്ട്, അല്ലാഹു നിങ്ങൾക്ക് ഹൂറിലീങ്ങളെ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഇവിടുന്ന് പോകുകയാണല്ലോ എന്ന വിഷയത്തിൽ ബേജാറാകേണ്ടതില്ല. മരിച്ചുപോയാൽ എന്റെ ആഖിറത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നാലോചിച്ചിട്ട് സങ്കടപ്പെടേണ്ടതില്ല, സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് റഹ്മത്തിന്റെ മലക്കുകൾ ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ചെവിയിൽ വന്ന് പറയുമ്പോൾ ഇയാൾ അറിയാതെ സന്തോഷിക്കുകയാണ്. ഇയാൾ ഈ സന്തോഷവാർത്ത കിട്ടുമ്പോഴേക്ക് മൂക്കിലൂടെ സ്വർഗത്തിന്റെ വാസന ഇങ്ങനെ അടിച്ചു കയറും. ഹൂറിലിങ്ങളെ മനാമിലിങ്ങനെ കാണാൻ തുടങ്ങും. അറിയാതെ ഇയാൾ പുഞ്ചിരിക്കും. അങ്ങനെ പുഞ്ചിരിച്ചിട്ട് ഇയാൾ മരിക്കും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. പുഞ്ചിരിച്ച് മരിക്കാൻ ഏതെങ്കിലും സംഘടനന്റെ മെമ്പർഷിപ്പ് എടുക്കൊന്നും വേണ്ട. ചില ആളുകൾ അങ്ങനെയുണ്ട്, ഞങ്ങളെ കൂടെ കൂടിയാൽ മരിക്കുമ്പോൾ നിങ്ങൾക്ക് പുഞ്ചിരിച്ച് മരിക്കാം, ചിരിച്ചു മരിക്കാം. അങ്ങനെ ഏതെങ്കിലും സംഘടന മെമ്പർഷിപ്പ് ഒന്നും എടുക്കേണ്ടതില്ല. പുഞ്ചിരിച്ചു മരിക്കാൻ, ചിരിച്ചു മരിക്കാൻ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയൊരു മാനദണ്ഡം സൂറത്ത് ഫുസ്സിലത്തിന്റെ 30-ാമത്തെ വചനം ഇസ്തിഖാമത്തിലായി ജീവിക്കുക എന്ന ഒരൊറ്റ മാനദണ്ഡമാണ്. ആ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ജീവിച്ചാൽ മരിക്കും സമയത്ത് കലിമ ചൊല്ലി സ്വർഗം കണ്ടു മരിക്കാൻ കഴിയും. ആ ഇസ്തിഖാമത്തിൽ ജനങ്ങളെ അടിയുറപ്പിച്ചു നിർത്താനും ആ വഴിയിലേക്ക് ആളുകളെ കൂട്ടാനും ആ വഴിയിലൂടെ ആളുകൾ സഞ്ചരിച്ച് അവസാനം ഈമാനോടുകൂടെ ആളുകൾ മരിക്കണം എന്ന നിലക്കുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ മഹിതമായ സംഘടന മുൻഗാമികളായ പൂർവസൂരികളായ ആളുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലൊക്കെ ഈ മഹിതമായ സംഘടനയെ നയിച്ചത് മഹാന്മാരായ ആളുകളാണ്, മഹത്തുക്കളായ ആളുകളാണ്. ഈ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ സമസ്തയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ എല്ലാ നേതാക്കന്മാരും അനുകരണീയരാണ്, മാതൃകായോഗ്യരാണ്, മഹാപണ്ഡിതന്മാരാണ്, ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്നവരാണ് കഴിഞ്ഞുപോയ കാലത്തെ പണ്ഡിതന്മാരും ഇന്ന് ഈ മഹിതമായ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നവരും. ഇതൊരു ആലങ്കാരിക പ്രയോഗമായി പറയുന്നതല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങൾ നേതൃത്വം നൽകിയ മുഴുവൻ മഹാന്മാരായ മുഴുവൻ പണ്ഡിതന്മാരും, മഹാന്മാരായ കണ്യത്തുസ്താദിനെ പോലെ ശംസുൽ ഉലമയെ പോലെയുള്ള വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ, അവരുടെ കാലം കഴിഞ്ഞപ്പോൾ ഇവിടെ ചോദ്യം, ഇനി ഞമ്മക്കാരാണുള്ളത്? ഇത് അള്ളാന്റെ ദീനാണ്. അള്ളാന്റെ ദീനിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കും. പടച്ച തമ്പുരാൻ ഈ ദീനിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നാണ്. അള്ളാഹുവിന്റെ പക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാമാണ്. ആ ഇസ്ലാമിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കും. ആ ഇസ്ലാമിന്റെ യഥാർത്ഥമായ രൂപത്തെ, ശൈലിയെ സംരക്ഷിക്കാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സമസ്ത എന്നത് ദീൻ സംരക്ഷിക്കുന്ന മുഖ്യ ഘടകമായ ഒരു സംഘടനയാണ്. ഇതിന് നേതൃത്വം നൽകുന്നവർ ദീനിനെ സംരക്ഷിക്കാൻ നേതൃത്വം നൽകുന്നവരാണ്. ഇതിന് എതിരെ നിൽക്കുന്നവർ ദീൻ നശിക്കാൻ വേണ്ടി സഹായിക്കുന്നവരാണ്. അതിന് കൂടുതൽ ചിന്തിക്കേണ്ടതില്ല. അപ്പൊ ഈ സംഘടനയ്ക്ക് ഈ കാലം വരെ നേതൃത്വം കൊടുത്ത മഹാന്മാരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ കാലശേഷം ഇനി നമുക്ക് ആരാളുള്ളത് എന്ന് എല്ലാവരും ചോദിച്ചിരുന്നു. മഹാനായ സൈനുൽ ഉലമയുടെ വരവോടുകൂടെ ആ ഒരു ചോദ്യം പിന്നീട് ആരും ചോദിച്ചിട്ടില്ല. മഹാനായ സൈനുൽ ഉലമ ലോകത്തോട് ഇവിടെ നേതൃത്വം കൊടുക്കാൻ നല്ലൊരു നേതാവിനെ കൊണ്ട് അള്ളാഹു നമുക്ക് പകരം നൽകുമാറാകട്ടെ. മഹാനായ സൈനുൽ ഉലമ 100% ഉഖ്റവിയായ പണ്ഡിതനായിരുന്നു. ഉഖ്റവിയായ ഒരു പണ്ഡിതനെ എന്തെല്ലാം അടയാളങ്ങൾ മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ആ അടയാളങ്ങൾ മുഴുവനും സമ്മിശ്രമായി എല്ലാ അടയാളങ്ങളും ഒത്തിണങ്ങിയ പണ്ഡിതസൂരിയായിരുന്നു ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ. നമ്മൾക്കറിയാം, മഹാനവറുകൾ വലിയ പണ്ഡിതനായിരുന്നു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇൽമുണ്ടായിരുന്നു, ഇൽമിനോട് കൂടെ അമലും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ നാടുകളിൽ കാണപ്പെടുന്ന പണ്ഡിതന്മാർക്ക് പറ്റിയ ഏറ്റവും വലിയ അപാകത, അപജയം എന്ന് പറയുന്നത് ഇൽമുണ്ട്, അമലില്ല എന്നതാണ്. ഇൽമുണ്ടാകും, പക്ഷെ ആ ഇൽമു കൊണ്ട് അമൽ ചെയ്യാത്ത പണ്ഡിതന്മാർ ലോകത്ത് വർദ്ധിച്ചിരിക്കുന്നു. അവർ ലോകത്ത് വർദ്ധിച്ചാൽ അത്തരം ആളുകൾ പങ്കെടുക്കുന്ന സദസ്സിൽ പോലും ദുആക്ക് ഇജാബത്ത് തടയപ്പെടും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കാണാനൊക്കെ നല്ല കോലും നല്ല ചേലും നല്ല ഉഷാറൊക്കെ ഉണ്ടാകും. പക്ഷെ അവർ പഠിച്ച ഇൽമ് നാഫി അല്ലാത്തതുകൊണ്ടും
ആ ഇൽമനുസരിച്ചുള്ള അമൽ ഇല്ലാത്തതുകൊണ്ടും അവരുടെ ജീവിതം ഈ സമുദായത്തിന് നഷ്ടമാണ്, ഈ സമുദായത്തിന് കോട്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ ഈ മഹിതമായ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ സൈനുൽ ഉലമ ഇൽമ് നിറയെ ഇൽമുള്ള പണ്ഡിതനാണ് എന്നതിനപ്പുറത്ത് ആ ഇൽമനുസരിച്ച് അമൽ ചെയ്തിരുന്നവരാണ്. നേരത്തെ ഇവിടെ അനുസ്മരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, സുബഹിസ്കാരം കഴിഞ്ഞാൽ ഖാദിയാരകം പള്ളിയിലെ ഒന്നാമത്തെ സൊഫിലിരിക്കും. ഒന്നാമത്തെ സൊഫിൽ അവിടെ ഇങ്ങനെ ഇരുന്ന് ദിക്ർ തന്നെയാണ്, കണ്ണടച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ദിക്ർ ഇങ്ങനെ ചൊല്ലും. ചില സമയത്തൊക്കെ ഉസ്താദിന്റെ അടുത്ത് ചെന്ന് നോക്കിയാൽ രണ്ട് കൈ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിച്ചാണ്ട് ഇങ്ങനെ രണ്ട് കൈ നമുക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെല്ലം ഇങ്ങനെ ആക്കിയിട്ട് നോക്കും. അപ്പോ ഇങ്ങനൊരു സാഹചര്യം കണ്ടാൽ മനസ്സിലാക്കണം എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. അവ ചെന്ന് ചോദിക്കും, നിങ്ങൾക്ക് എന്താ പ്രയാസം, എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ എന്താണ് പ്രശ്നമെങ്കിൽ ആ പ്രശ്നം പറയും. ഉസ്താദുമായിട്ട് ഏറ്റവും അടുത്ത ആളുകൾക്ക് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയണം. അല്ലാഹു തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടപ്പെട്ട വിവരം പടച്ച തമ്പുരാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചറിയിക്കും, എനിക്ക് ഇന്ന ആൾ ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടണം. അപ്പൊ പടച്ചോനും ഇഷ്ടപ്പെട്ടു, മലക്കൂടെ നേതാവായ ജിബ്രീലും ഇഷ്ടപ്പെട്ടു അലൈഹിസ്സലാം. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തുള്ള മുഴുവൻ ആളുകളോടും ഈ വിവരം പറയും, ഇന്ന ആൾ അല്ലാഹ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളും ഇഷ്ടപ്പെടണം. അതിന്റെ ശേഷം ഭൂമിയിലുള്ള ആളുകൾക്ക് യൂളഉ ലഹുൽ ഖബൂലു ഫിൽ അർളി, ഭൂമിയിലുള്ള ആളുകളുടെ മനസ്സിൽ അല്ലാഹു തആല സ്വീകാര്യത കബൂലിയത്ത് ഇട്ട് കൊടുക്കും. അത് അല്ലാഹു കൊടുക്കുന്ന വലിയൊരു ഹല്ലാണ്. ഇന്നെ ബഹുമാനിക്കണം എന്ന് പോസ്റ്റർ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വരുമ്പോൾ തക്ബീർ ചെല്ലണമെന്ന് മുൻകൂട്ടി ആളുകളെ നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. ആളുകളുടെ മനസ്സിൽ അല്ലാഹു തആല കബൂലിയത്തിന് സ്വീകാര്യത ഇട്ട് കൊടുക്കും. അത് ഇട്ടുകൊടുക്കാൻ കാരണം ഈ ആളെ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് അതിന്റെ അടയാളം. അങ്ങനെ കബൂലിയത്ത് ജനങ്ങളുടെ മനസ്സിലിട്ടുകൊടുത്ത അപൂർവം ചില ആളുകളിൽ ഒരാളാണ് മഹാനായ ശൈഖുന സൈനുൽ ഉലമ. അള്ളാഹു അവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവർ കാണിച്ചു തന്ന പാതയിലൂടെ പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ നാട്ടിൽ എത്ര പണ്ഡിതന്മാരുണ്ട്, സ്വന്തം നാട്ടിൽ നയാ പൈസക്ക് വിലയില്ലാത്ത ആളുകൾ. ഞാൻ ഈ സദസ്സതല്ലാത്തതുകൊണ്ട് ഞാൻ ആ നിലക്കൊന്നും സംസാരിക്കണില്ല. നയാ പൈസക്ക് സ്വന്തം മഹലിൽ വിലയില്ലാത്ത എത്രയോ മൂല്യന്മാരുണ്ട്. തലയെ കെട്ടും തൊപ്പിയും, തൊപ്പിന്റെ മേലെ കെട്ടും, തോളുകൂടെ ഒല്ലിയും, കയ്യിലൊരു ടവലും, ചെറിയ തുണിഷാപ്പൊക്കെ തുടങ്ങാൻ പറ്റും. ആ രൂപത്തിലുള്ള വലിയ വലിയ മൂല്യന്മാരൊക്കെ നമുക്ക് നാട്ടിൽ കാണാൻ കഴിയും. നയാ പൈസന്റെ കബൂലിയത്ത് സ്വന്തം മഹലിലുണ്ടാവില്ല. പക്ഷെ എല്ലാ ഖാദിയാരകം മഹലുള്ള ആളുകൾ ഈ ശാസ്ത്രമുണ്ട്, ഒരുപാട് ആളുകൾ ഈ ശാസ്ത്രമുണ്ട്. എല്ലാ പെരുന്നാൾക്കും പെരുന്നാൾസ്കാരം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ആ മഹലിലെ കാരണന്മാരും മുഴുവൻ ചുരുസ്ഥാനെ വിട്ടു നിസ്കാരം നടക്കുന്നതിന് കുറച്ച് മുമ്പ് വീട്ടിൽ പോയിട്ട് ഉസ്താദ് അവർക്കുള്ള പ്രത്യേക ഷാൾ അണിയിച്ച് തക്ബീർ ചൊല്ലിയിട്ടാണ് പള്ളിയിലേക്ക് ഉസ്താദിനെ ആനയിച്ചു കൊണ്ടുവരാറുള്ളത്, ഈ കഴിഞ്ഞ പെരുന്നാൾക്ക് വരെ. ഇത് പാരമ്പര്യമായി ഖാദിയാരകം മഹലിൽ നടക്കുന്ന ഒരു പ്രത്യേക ഒരു ചടങ്ങാണ്, ഒരു ആദരവ്, ഒരു മഹലിന്റെ മൊത്തം ആദരവ്. നോക്കൂ നിങ്ങൾ, ഓരോരോ നേതാക്കന്മാരെടുത്തു നോക്കിയാലും സ്വന്തം മഹലിൽ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സ്വന്തം മഹലിൽ അയാൾ അംഗം പോലുമല്ല. ആ മഹല് സമസ്തന്റെ മഹലാണ്. വലിയൊരു പള്ളി ഇപ്പൊ കാന്തപുരത്ത് എടുക്കുകയും ആറ്റപ്പൂ അടക്കമുള്ള നമ്മുടെ നേതാക്കന്മാരൊക്കെ ചെന്ന് ചെറുസ്ഥാൻ അടക്കമുള്ള ആളുകളൊക്കെ ചെന്ന് ആ പള്ളി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ആ മഹല് സമസ്തയുടെ മഹലാണ്. ഇങ്ങനെ ഓരോരുത്തരുടെയും പേരിൽ ജീവിതം എടുത്തു നോക്കിയാൽ ഈ വസ്തുത നമ്മൾക്ക് ബോധ്യപ്പെടും. ഖാദിയാരകം മഹലിൽ ഉസ്താദ് അവസാനത്തെ വാക്കാണ്. കമ്മിറ്റിക്ക് എന്ത് തീരുമാനിച്ചാലും അവസാനം ഉസ്താദ് അവർകൾ ആ വിഷയത്തിൽ എന്തു പറയുന്നു, അവരുടെ വാക്കാണ് അവസാനത്തെ തീരുമാനമായി ഇന്നുവരെ ഖാദിയാരകം മഹലിൽ പോന്നിട്ടുള്ളത്. ഏതായിരിക്കട്ടെ, നേരത്തെ അവർ സൂചിപ്പിച്ചതുപോലെ സ്വന്തം പിതാവിന്റെ പക്കൽ നിന്ന് ഇൽമു പഠിക്കാനുള്ള അപൂർവമായ ഭാഗ്യം മഹാനവറുകൾക്ക് ലഭിച്ചു. കൂടെ പഠിച്ചവരൊക്കെ കോളേജിൽ പോവാൻ ഉസ്താദ് പറഞ്ഞു, എനിക്കും കോളേജിൽ പോകണം. അവ നേരത്തെ ഇവിടെ അത് വളരെ ഹൃദയഭേദകരമായ രൂപത്തിൽ അതിവിടെ നേരത്തെ സംസാരിച്ചവർ സൂചിപ്പിച്ചിട്ടുണ്ട്. അന്ന് വാപ്പ പറഞ്ഞ ഒരു വാക്കുണ്ട്, നീ കോളേജിലേക്ക് പോകേണ്ടതില്ല, ഇൽമു തേടി താണ്ട് പോവല്ലേ, അതിന്റെ ആവശ്യമില്ല. ആളുകൾ ഇൽമു തേടി നിന്റെ അരികിലേക്ക് വരും എന്ന് പറഞ്ഞ ആ വാക്കിന്റെ ശേഷം പിന്നീട് മഹാനവറുകൾക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ കൂടുതൽ ആ വിഷയത്തിൽ കിടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് നികത്താനാവാത്തൊരു വിടവ് എന്ന് തന്നെ നമുക്ക് പറയാം. പണ്ഡിത ലോകത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് മാറിപ്പോയ ആളുകൾ പുതിയൊരു സംഘടന എടുത്ത് മാറിപ്പോയെങ്കിലും വലിയ വലിയ വിഷയങ്ങളിൽ തർക്കങ്ങൾ വരുമ്പോൾ, മസ്അലകളിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ മഹാനവറുകളെ രാത്രിയൊക്കെ വന്ന് സമീപിച്ചത് നമുക്ക് പറയാനുണ്ട്. പകല് വരാൻ മടിയുള്ള ആളുകൾ രാത്രി വന്ന് സമീപിച്ചിട്ടുണ്ട്. മറുഭാഗത്തിന്റെ പ്രമുഖനായ ഒരു നേതാവ് ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ്
ഒരു മസ്അലയുടെ വിഷയത്തിൽ മഹാനവറുകളോട് സംശയം ചോദിക്കാൻ രാത്രി വന്നൊരു സംഭവമുണ്ട്. രാത്രി വന്നത് പകൽ വന്ന നാട്ടുകാർ കാണുന്ന രീതിയിലായിരിക്കും. രാത്രി വന്നു, അങ്ങനെ മസ്അല ചോദിച്ചു, വിഷയങ്ങൾ വന്നു. ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞില്ല, അത് മോശമാണല്ലോ. അദ്ദേഹം വന്നു. അപ്പൊ ഇയാളെ വരവും കോലും കണ്ടപ്പോൾ തന്നെ ഇയാളെ വരവ് റെഡിയല്ല എന്ന് മഹാനവറുകൾക്കറിയാം. അങ്ങനെ വന്നു, സംശയങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ സംശയം ചോദിച്ചപ്പോൾ ചെറുശ്ശേരി ഉസ്താദ് ഇയാളെ കൊണ്ടുപോയി. അപ്പൊ ഉസ്താദിന്റെ ഇപ്പൊ താമസിക്കുന്ന വീടല്ല, ഇതുവരെ താമസിച്ചിരുന്ന താളിയാരകം പള്ളിന്റെ അടുത്തുള്ള മകന്റെ വീട്. ആ വീട്ടില് വലിയൊരു ആൾമറുണ്ട്. ആൾമറ നിറയെ കിതാബാണ്. ഈ ആൾമറ ഇങ്ങോട്ട് തുറന്നിട്ട് കിതാബ് ചൂണ്ടിക്കാട്ടിയിട്ട് ഈ കിതാബ് എടുക്കുക. അപ്പോൾ തന്നെ ഇയാളെ കജ്ജി വറക്കൽ തുടങ്ങിയിരുന്നു. ഈ വന്ന മോചാരിന് ഇപ്പം പറയണില്ല, പിന്നെ സൗകര്യം പോലെ പിന്നെ പറയാം. അപ്പൊ ആ കിതാബ് എടുക്കാൻ പറഞ്ഞു. ആ കിതാബ് എടുത്തു. ഇന്ന പേജ് മറിക്കുകയായിരുന്നു. അത് മറിച്ചു. എന്നിട്ട് മോള് മുതൽ താഴെ വരെയാണ് വായിക്കി. ആ സ്ഥലം വരുമ്പോൾ നിങ്ങൾ മൂല്യാരാണല്ലോ, നിങ്ങൾക്ക് അതിന്റെ മസല മനസ്സിലാക്കും. മോള് മുതൽ താഴെ വരെ വായിക്കുകയായിരുന്നു. ഇയാളത് ഇങ്ങനെ റേഷൻ പീഡിയത്തെ ആള് കിതാബ് കോക്കണമാര് അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ച് അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ച് പിന്നെ ആക്കി ഈ ഭാരത്ത് വായിക്കും വേണ്ട, സംശയം ചോദിക്കും വേണ്ട, അതിന് തീരുമാനം കിട്ടും വേണ്ട, അങ്ങനെ തിരിച്ചുപോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവർ സാധാരണക്കാർ വന്ന അതിനനുസരിച്ച് പറയും, വലിയവര് വന്നാൽ അതിനനുസരിച്ച് പറയും, വലിയ മൂല്യന്മാർ വന്ന ആ വലുപ്പത്തരത്തിനനുസരിച്ചുള്ള മറുപടി പറയും. ഈ നിലക്ക് പണ്ഡിതലോകത്ത് തിളങ്ങിയെന്ന് സർവർക്കും സമ്മതിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ജീവിതം ബഹുമാനപ്പെട്ട ശൈഖുന ഈ ലോകത്ത് കാഴ്ചവെച്ചു. 7 കൊല്ലം കാദ്യാരകം മഹലിലുള്ള മദ്രസയിൽ, ഉസ്താദിന്റെ മദ്രസയിൽ 7 കൊല്ലം ഞാൻ ജോലി ചെയ്തിരുന്നു. എനിക്ക് മറക്കാൻ പറ്റാത്ത പല അനുഭവങ്ങളിൽ ഒരനുഭവം, ഒരു ദിവസം അരീക്കോടിനടുത്ത പൂക്കോട്ടുചോല എന്ന സ്ഥലമുണ്ട്. ഈ പൂക്കോട്ടുചോല ആ 4 കൂടെ ജംഗ്ഷൻ ഉണ്ട്. അവിടെ ഒരു മദ്രസും പള്ളിയൊക്കെ ഉണ്ട്. അപ്പൊ ആ മദ്രസിലെ ഒരു ഉസ്താദ് കുറെ കാലം ആ മദ്രസിൽ ജോലി ചെയ്ത ഉസ്താദിന് ഒരു യാത്രയപ്പ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അതിൽ പങ്കെടുക്കേണ്ടത് അവിടുത്തെ ഖാദി എന്ന നിലക്ക് ശൈഖുനയാണ് പങ്കെടുക്കേണ്ടത്. അപ്പൊ അത് പങ്കെടുക്കേണ്ട അന്ന് ഉസ്താദിന് എന്തോ ചെറിയൊരു പ്രയാസം ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട വിഷയം ഉണ്ടായിട്ട് അന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അന്ന് ഉസ്താദ് അവർകൾ മദ്രസക്ക് വന്നു. നമ്മൾ അറിയിക്കേണ്ട ഒരു വിഷയമുണ്ട്. എത്രയോ പണ്ഡിതന്മാരുടെ ഗുരുവര്യർ ഈ മഹിതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അമരത്ത് കാര്യദർശിയായി നിൽക്കുന്ന മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ആരാണെന്ന് പലർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉസ്താദ് അവർകൾ സുബഹിസ്കാരം കഴിഞ്ഞ് ദിക്റൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോണതിന് പകരം നേരെ മദ്രസക്ക് വന്നു. അപ്പൊ മദ്രസ അന്ന് ഇന്നത്തെ വലിയ മദ്രസ വികസിച്ച് 4ഉം 2ഉം 3ഉം തട്ടും അങ്ങനെ വലിയ സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല. അന്ന് മദ്രസയിലേക്ക് ഉസ്താദ് വന്നിട്ട് ഞാൻ ക്ലാസ് എടുക്കണേന്റെ പുറത്ത് ഇങ്ങനെ വന്നു നിന്നു. അതൊക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വന്നു നിന്നു. നമ്മളാകെ ബേജാറായി പോയി. വേഗം ചെന്നു. അവസ്ഥാനം ചെന്നു. എന്തെന്ന് വെച്ചാൽ പറഞ്ഞ്, ഞാനിന്ന് പൂക്കോട്ടുചോല ഒരു പരിപാടിക്ക് പോകാനായിട്ട് അനക്ക് പോയിക്കൂടെ ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. പോയിക്കൂടെ വെച്ചാൽ പിന്നെ പോകൂലെന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. ആയിക്കോട്ടെ ഞാൻ പോയിക്കോളാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവിടെ പരിപാടി ഉള്ളത്. ഞാൻ അവർക്ക് വിളിച്ചു പറഞ്ഞോളാം, ഇത് പോയിക്കാണ്ട് എന്നോട് കജുമലൊക്കെ ഉസാറാക്കി പറഞ്ഞിട്ട് പോകുന്ന ആളായിരുന്നു. അങ്ങനെ സമ്മതം തന്നു. അന്ന് വൈകുന്നേരം ഞാൻ പരിപാടിക്ക് പോയി. ആ ഉസ്താദ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെന്നപ്പം നമ്മൾ ഉസ്താദ് വിളിച്ചു പറഞ്ഞത് നമുക്ക് നല്ല പരിഗണനയൊക്കെ അവിടെ കിട്ടി. പരിപാടിയൊക്കെ കഴിഞ്ഞ് പോന്നു. പിറ്റേ ദിവസം രാവിലെ 2ാമത്തെ ദിവസം മദ്രസക്ക് ഞാൻ വന്നു. മദ്രസ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം മഹാനായ ശൈഖുന മദ്രസക്ക് വരിക. മദ്രസയിൽ വന്നു. വാതിക്കൽ ഇങ്ങനെ നിന്നിട്ട് എന്നെ വിളിച്ചു. എന്നിട്ട് ഇന്നലെ പോയോ എന്ന് വെച്ചു. ഞാൻ പോയാന്നോ. അനക്കോലെ എത്ര പൈസ തന്നു, അനക്കോലെ ചോറ് തന്നോ, പൈസ എത്ര തന്നു, എന്നെ പരിഗണിച്ചോ എന്നൊക്കെ ചോദിച്ച് മഹാനായ സൈനുൽ ഉലമ ഒരു ചെറിയൊരു കുട്ടിയുടെ ഒരു മനസ്സുപോലെ, ഞാൻ വല്ലാത്തൊരവസ്ഥ, ഞാനത് വിശദീകരിക്കുന്നില്ല. ആർക്ക് കഴിയും നമ്മളൊരു ആളെ ഒരു സംഗതിക്ക് പറഞ്ഞയച്ചാൽ ഞാൻ പോയാലും വേണ്ടില്ല, വന്നാലും വേണ്ടില്ല, വന്നില്ലെങ്കിലും വേണ്ടില്ല, സംഗതി നടന്നാലും വേണ്ടില്ല, എന്റെ പേരടിയിൽ നിന്ന് ഇപ്പൊ അത് കഴിച്ചിലായാലോ എന്നാണ് നമ്മൾ കരുതുക, അല്ലേ? എന്റെ പേരടിയിൽ നിന്ന് ഇപ്പൊ അത് കഴിച്ചിലായാലോ. പക്ഷെ മഹാനവറുകൾ പിറ്റേന്ന് വന്നിട്ട് ഓരോന്ന് ചോദിക്കണം. എത്ര റുപ്യ കിട്ടി, ഓരെന്തൊക്കെ ചെയ്തു, എത്ര ഭക്ഷണം, അങ്ങനെയൊക്കെ ഭക്ഷണം തന്നു, എല്ലാം ചോദിച്ചറിഞ്ഞ മഹാനായ സൈനുൽ ഉലമ പാണ്ഡിത്യത്തിന്റെ നിറവിൽ നിൽക്കുമ്പോഴും താഴ്മയുടെ അങ്ങേയറ്റം. ഇപ്പൊ ഒരുപാട് പ്രഭാഷകന്മാർ സൂചിപ്പിച്ചല്ലോ, കള്ളിത്തിനൊക്കെ എടുത്ത് മീൻ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോകും. ഏത് സമ്മേളനം കഴിഞ്ഞാലും സമ്മേളനത്തിന് പിറ്റേന്ന് അതിന്റെ പിറ്റേന്ന് ഉസ്താദ് വീട്ടിൽ കൊണ്ട് പോകണം. അതെന്തിനാ വെച്ചാൽ സമ്മേളനത്തിൽ നാട്ടുകാരുടെ അഭിപ്രായം എന്താണ്, ജനസംസാരം എന്താണ്, അതൊന്നും ഇവർ അറിയില്ലല്ലോ. ഇവർ നേതാക്കന്മാരായതുകൊണ്ട് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയുള്ളൂ. അപ്പൊ നാട്ടിൽ നടക്കുന്ന സംസാരങ്ങൾ ഇതൊക്കെ ഉസ്താദിന് അറിയണം. അപ്പൊ അതിന് ബന്ധപ്പെട്ട ഞങ്ങളെപ്പോലെയുള്ള ഉസ്താദുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്ന ആളുകൾ അടക്കമൊക്കെ ഒഴിവുള്ള സമയത്ത് പോയി സംസാരിക്കുന്ന വലിയ സന്തോഷമാണ്. ജാമ്യന്റെ സമ്മേളനമൊക്കെ കഴിഞ്ഞാൽ അതിന്റെ പിറ്റേന്ന് അതിന്റെ 2ാമത്തെ 3ാമത്തെ ദിവസം വീട്ടിൽ പോകണം. വീട്ടിൽ പോയാൽ വർത്താനങ്ങളൊക്കെ പോകുമ്പം വെറും കൈയോടെ പോകാൻ പറ്റില്ല. എന്നോട് വീഡിയോ ഒന്നും ചെയ്യുന്നതൊക്കെ ചോദിച്ചു. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചിപ്സോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോകണം.
അതൊക്കെ ആയിട്ട് പോയാൽ ആളൊന്നും ഇല്ലെങ്കിൽ ഉസ്താദ് മരുപെട്ട ആടെ പുറത്ത് ചേട്ടൻ മുന്നിലിരിക്കും, വർത്താനൊക്കെ ചോദിക്കും, സമ്മേളനം എങ്ങനെ ഉണ്ടേനി, എന്റെ പ്രസംഗം എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പൊ എന്റെ പ്രസംഗം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അത് കുഞ്ഞാപ്പോവാൻ വേണ്ടി ചോദിക്കല്ല, ആൾക്കാരെന്താ അതിനൊക്കെ പറ്റി പറയണത്, എന്നെ പറ്റി എന്താ നാട്ടുകാരെ സംസാരം എന്താണ്, സമസ്തനെ പറ്റി എന്തൊക്കെയാണ് ഇപ്പൊ സംസാരം, സമ്മേളനം കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ആളുകളെ സംസാരം. ഈ നാട്ടിൽ ഞങ്ങളെ ഒരു സാധാരണ ചെറിയ എളിയ പ്രവർത്തകൻ അറിയുന്നത് പോലെയുള്ള എല്ലാ അറിവുകളും ഈ വിഷയത്തിൽ വേണം. അങ്ങനെ ഒരിക്കൽ ചെന്നു. അങ്ങനെ ചെന്ന സമയത്ത് അതിന് രണ്ടു മൂന്ന് ദിവസം മുമ്പ് അന്ന് കൊണ്ടോട്ടിയിൽ വഹാബ് സഖാഫി മമ്പാടിലെ പ്രസംഗം നടന്നിരുന്നു. അപ്പൊ ആ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെ പെരിച്ചാഴി എന്നൊരു പ്രയോഗം നടത്തിയിരുന്നു. അപ്പൊ അങ്ങനെ ആ പ്രയോഗം നടത്തിയപ്പോൾ അപ്പൊ ഞമ്മക്കിതിനൊന്ന് മറുപടി പറയണം, അപ്പൊ ഉസ്താദിനോട് എന്നെ സമ്മതം ചോദിക്കണം എന്നുള്ള നിലയ്ക്ക് ഞാനും രണ്ടു മൂന്ന് ആളുകൾ ഉസ്താദിനെ കാണാൻ വേണ്ടി ചെന്നു. വിഷയങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംസാരിച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിനി, അതാണ് ഞാനതൊക്കെ കേട്ടുന്നതാണ്. ആ മുമ്പ് പള്ളിയുണ്ടേനി, ഞാനത് കേട്ടുന്നു, അതിനൊന്നും മറുപടി പറയാൻ നിൽക്കണ്ടാണ്. പിന്നെ ഒന്ന് രണ്ട് പരിപാടി നടന്നപ്പോഴാണ് പിന്നെ ഉസ്താദിനോട് ചോദിക്കാതെ ഞങ്ങൾ മറുപടി നടത്തിയത്. ചോദിച്ചാൽ പിന്നെ സമ്മതം തരൂല. അപ്പൊ ഇങ്ങനെയൊക്കെ നടന്നതിന് എന്തൊക്കെയാ പിന്നെ പറഞ്ഞതിന് വെച്ചു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കള്ളിതിനെ കിടത്ത് നടക്കുന്ന ആളാണെന്നാണ്, ഉടുത്ത് വെച്ചിട്ട് നടന്നെന്ന് പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞേ. ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ലാന്നേ, കള്ളിത്തിന് എടുത്തു എന്നല്ല പറഞ്ഞത്, ഉടുത്തിട്ടില്ല എന്ന് പറഞ്ഞു വെച്ചു, ഉടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലാന്നേ, അത് സാരല്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ നിലക്ക് തന്നിൽ എതിര് വരുന്ന ഏത് പരിഹാസങ്ങളെയും ഏത് വിഷയങ്ങളിലും അത് തൃശ്ശൂർ ഉസ്താദ് ഒരു കാറിൽ യാത്ര ചെയ്യാം, കൊണ്ടോട്ടിയാണ് സംഭവം. അങ്ങനെ ഡ്രൈവറുണ്ട്, വേറെ ആരില്ല, ഉസ്താദ് വണ്ടിയിലുണ്ട്. അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിയത് പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ കൊണ്ടോട്ടി ആ 4 കൂടിയ ജംഗ്ഷനിൽ ട്രാഫിക് ജാമ്. അപ്പൊ അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്, ഓൻ അര വള്ളത്തിലാണ്, മുഴുവൻ വള്ളത്തിൽ അര വള്ളത്തിലാണ്. അപ്പൊ ഇങ്ങനെ വണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് ചെറുശ്ശേരിസ്ഥാനം വണ്ടിയാണെന്നോ ഇതൊരു കാര്യപ്പെട്ട ഒരാളെ വണ്ടിയാണെന്നപ്പോ ഓന് തോന്നൂല്ലല്ലോ, കാരണം ഓൻ അങ്ങനെയാണല്ലോ, ഓന് റോഡൊന്നും വീതി പോരാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഡ്രൈവറോട് എന്തൊക്കെയാ വേണ്ടാത്തരം പറഞ്ഞത്രേ. അവിടെ ഡ്രൈവറോട് വേണ്ടാത്തരം പറഞ്ഞപ്പോൾ ആളുകൾ കൂടി, കാരണം ഉസ്താദിന്റെ വണ്ടി നാട്ടുകാർക്ക് ആളുകൾ കൂടി. അങ്ങനെ അതൊക്കെ മാലീസാക്കി വിട്ട് ഉസ്താദ് അങ്ങനെ പെരയിൽ പോയി. പിന്നെ ഈ പോലീസുകാരനെ നാട്ടുകാർ വെറുതെ വിടുവോ, എല്ലാവരും ഇവന്റെ ബാക്കിൽ കൂടി. ഇവൻ ആകപ്പാടെ ബേജാറായി. ഇവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. SI വന്നു. നാട്ടുകാർ പറഞ്ഞു, ഇപ്പം വണ്ടിയിൽ പോയത് ചെറുശ്ശേരി ഉസ്താദ് സംസ്ഥാന സെക്രട്ടറി, ഇവിടുത്തെ കാര്യപ്പെട്ട ഒരാളാണ്. അയാളുടെ ഡ്രൈവറോട് ഇയാൾ എന്തൊക്കെയാ വേണ്ടാത്തരം പറഞ്ഞു, അതുകൊണ്ട് ഇയാൾക്കെതിരെ നടപടി എടുക്കണമെന്നാണ്. അങ്ങനെ വലിയ പ്രശ്നമായി. ചുരുക്കി പറയാ, SI പറഞ്ഞു, ഞാൻ അവിടെ പോയിട്ട് മാപ്പ് ചോദിച്ചോളാം. അങ്ങനെ ഈ പോലീസുകാരനെയും കൂട്ടിയിട്ട് SI മഹാനായ ഉസ്താദിന്റെ വീട്ടിലേക്ക് പോണൊരു രംഗമുണ്ട്. അപ്പൊ ഈ ഉസ്താദ് വീട്ടിലെത്തി തുണിപ്പായൊക്കെ മാറ്റി ഒരു കള്ളിത്തുണിയും ബനിയനും എടുത്തിട്ട് ഇങ്ങനെ പുറത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സ്വീപ്പാക്കിയ ആഫിലുള്ള ഈ പോലീസുകാരനും SIയും കൂടിയിട്ട് വണ്ടിയിൽ ഉസ്താദിന്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെ വിട്ടെന്ന് വന്നപ്പോൾ തന്നെ ഉസ്താദിന് മനസ്സിലായി, ഓൻ ആഫിലാണല്ലോ, ഉസ്താദ് ആളെ മനസ്സിലായി. ഒരിങ്ങനെ വന്നു കയറിയപ്പം വീട്ടിൽ എത്രയും പുസ്തകം പറഞ്ഞു, മാപ്പ് വയ്ക്കാൻ വരുമ്പം വെറും കൈയോടെ വരാൻ പറ്റില്ല, ഫ്രൂട്ട്സൊക്കെ ആയിട്ട് വരണം എന്ന് പറഞ്ഞു. ഇയാളെ കണ്ടു മാത്രമേ. അതിൽ പിന്നെ ഈ പോലീസുകാരൊന്നും പറയാനില്ല. വന്നിട്ട് നേരെ കാല് പിടിച്ചു, മാപ്പ് പറഞ്ഞു, ചായയൊക്കെ കൊടുത്ത് മട്ടം പോലെ യാത്രയാക്കിയ മഹാനായ സൈനുലുലമയെ ഈ സമയത്ത് നമ്മൾ ഓർക്കുകയാണ്. അള്ളാഹു അടുത്ത ദറജ സ്വർഗത്തിൽ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവരോട് കൂടെ അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇങ്ങനെ ജീവിതത്തിന്റെ നിഖിലമായ മേഖലകളിൽ നമ്മൾ അറിയാത്തത്ര വിഷയങ്ങൾ. എല്ലാ റബീഉൽ അവിടെ മൗലൂദുണ്ടാവും, ഉസ്താദിന്റെ വീട്ടിൽ മൗലൂദുണ്ടാവും. എല്ലാ റബീഉൽ മദ്രസ ഉസ്താദ്മാരെയും പള്ളിക്കൽ ഉസ്താദ്മാരെയും എല്ലാവരും വിളിക്കും. മൗലൂദിനൊക്കെ വിളിക്കണം, നല്ല രസമാണ്. എന്നും മദ്രസത്തിൽ വന്നിട്ട് ഓരോരോ വാതുക്കൽ ഇങ്ങനെ നിൽക്കും. എന്നാൽ ഓരോ ഉസ്താദ്മാരെ വിളിച്ചിട്ട് ഇന്ന ദിവസന്റെ പേരെ മൗലൂദുണ്ട്, ഇത് വരണം എന്ന് ഓരോരുത്തരോടും ഇങ്ങനെ പറയും. സംഗതിക്ക് ഒരാളെ പറഞ്ഞു വെച്ചിട്ട് സദൃസ്ഥാനോട് പറഞ്ഞാൽ മതി. പക്ഷെ എന്റെ വീട്ടിലേക്ക് വിളിക്കുന്നത് മാന്യമായി വിളിക്കണമെന്ന് മനസ്സിലാക്കിയ മഹാനവർകൾ ഓരോ ഉസ്താദ്മാരും ചെന്ന് വിളിക്കും. അങ്ങനെ വിളിച്ച് മൗലൂദിന് ചെന്നാൽ ശാസ്ത്രി ഇരുന്നാൽ ഉസ്താദ് ദ്വാരക്കൂല, ഹദീസ് ഓതൂല. അപ്പൊ നമ്മളിങ്ങനെ ദ്വാരക്കാം, നിങ്ങൾ ദ്വാരക്കുക, നിങ്ങൾ ദ്വാരക്കുക, ഞാൻ ദ്വാരക്കണേ ഇപ്പൊ അന്നെ വിളിച്ചോണോ പറയും. ഇച്ചാൾ ദ്വാരണ പോരെ, നിങ്ങൾ ദ്വാരക്കാനല്ല ഞങ്ങളെ വിളിച്ച് പിന്നൊന്നും പറയില്ല. ഹദീസ് ഓതാൻ നേരത്ത് അത് എനിക്കും ഓതാൻ കിട്ടാത്തതുകൊണ്ടല്ലോ ഇപ്പൊ നിങ്ങളെ വിളിച്ച്, നിങ്ങൾ ഓതാൻ വേണ്ടിയിട്ടല്ലേ അറിയാം. അപ്പൊ ദ്വാരക്കൂല്ല, ഹദീസ് ഓതൂല്ല. ഇതൊക്കെ കഴിഞ്ഞ് നല്ല ഭക്ഷണം തരും. ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ കവറ് കൊടുക്കുമല്ലോ. സാധാരണ നാട്ടിൽ കവർ കൊടുക്കല് കള്ളന്മാരെ സാധനം കൊണ്ടാണ് ആരെയും കുത്തി തിരികെ കൊടുക്കലാണ്. ഉസ്താദ് അങ്ങനെയല്ല, നല്ല നീർത്തിരിങ്ങനെ കൊടുക്കും. കാരണം അധ്വാനിച്ചതിന് കൂലി കൊടുക്കുന്നത്, അധ്വാനിച്ചതിന് കൂലിയാണ്. അപ്പൊ ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോരോ നന്നാക്കി വലിയ സംഖ്യ ഒന്നായിട്ട് ഇങ്ങനെ ഉസ്താദ് ഇങ്ങനെ കൊടുക്കും. ഈ ഒരു രംഗവും ഈ ഒരു മനസ്സിന്റെ ശുദ്ധിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രവർത്തകന്മാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാരിൽ നിന്ന് മാതൃകയാക്കാനുള്ള ഓരോരോ വിഷയങ്ങൾ, ഇതിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. നമ്മുടെ ജീവിതം നന്നാകുക എന്ന് പറഞ്ഞാൽ മഹാന്മാരെ ഇത്തിബാഅ് ചെയ്യലിലൂടെ, മഹാന്മാരെ
പിൻപറ്റലിലൂടെ എന്തൊക്കെ നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയോ ആ നന്മകളൊക്കെ കഴിവിന്റെ പരമാവധി ചെയ്യുക. വണ്ടിയിലിരിക്കുമ്പോഴും വെറുതെ ഇരിക്കാറില്ല. ഇങ്ങനെ എപ്പോഴും ഏട് കയ്യിലുണ്ടാവും, 1 2 ഏട് ഖുർആന് വണ്ടിയിലുണ്ടാകും. ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക. ഇങ്ങനെ ആവശ്യമില്ലാത്ത ഫുദൂലാത്ത സംസാരങ്ങൾ അതൊന്നും ഉസ്താദ് സംസാരിക്കില്ല. എപ്പോഴും ദിക്റും സ്വലാത്തുമായിട്ടാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ ഏറ്റവും വലിയൊരു അപജയം എന്നത് സാമ്പത്തികമായ പ്രശ്നമാണ്. മനുഷ്യന്മാർക്ക് പൈസ എത്തിയാൽ മതി, അത് എങ്ങനായാലും വേണ്ടില്ല, ഏത് രൂപത്തിലുള്ള പൈസ ആയാലും വേണ്ടില്ല. നേരത്തെ ഇവിടെ സുലൈമാനാജി ആരോ ഒരാൾ പറഞ്ഞില്ലേ, സുലൈമാനാജി സ്കൂളിനെ സംബന്ധിച്ച് ആരോ ഒരാൾ പറഞ്ഞല്ലോ, ആരെ സുലൈമാനാജി അല്ലേ? സുലൈമാനാജി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഞാൻ ഇപ്പൊ ജോലി ചെയ്യുന്ന മഹലിൽ ആൾക്കാർ ഈ സദസ്സിലുണ്ട്. ഞങ്ങൾ ഇന്നിപ്പോ ജോലി ചെയ്യുന്ന മഹലിലെ മദ്രസയുടെ ഉദ്ഘാടനം ഏകദേശം ഈ റമദാനിന്റെ ഒരു മാസം മുമ്പ്, ഈ കഴിഞ്ഞ റമദാനിന് ഒരു മാസം മുമ്പ് മദ്രസ ഉദ്ഘാടനം നടന്നു. അന്ന് ബഹുമാനപ്പെട്ട ആറ്റപ്പുണ്ട്, ചെറുശ്ശേരി ഉസ്താദുണ്ട്, അത്തിപ്പറ്റ ഉസ്താദുണ്ട്, പിന്നെ അബ്ദുൽ വഹാബ് MP ഉണ്ട്. ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാരൊക്കെ പങ്കെടുത്ത വലിയൊരു സമ്മേളനം. അപ്പൊ സമ്മേളനത്തിൽ ഈ പറയപ്പെട്ട സുലൈമാനാജി ഉണ്ട്. ഈ സംസാരം പോലെ കേൾക്കുന്നുണ്ടാവും. അദ്ദേഹം ഉണ്ട്. അദ്ദേഹം വലിയ സമ്പന്നനാണ്, വലിയ പൈസ മദ്രസക്ക് തന്ന ആളുമാണ്. അപ്പൊ പഴയ മദ്രസിന്റെ ബാക്കിലൊരു വീട്ടിലാണ് എല്ലാവർക്കും ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ഈ വീട്ടിൽ ആ നേതാക്കന്മാരൊക്കെ വന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ ആളുകളൊക്കെ സുലൈമാനാജിനെ കുളിയണ്ടറാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് പറഞ്ഞ് ഇയാൾ വലിയ പൈസക്കാരനാണ്, ഇയാൾ നമ്മളെ മദ്രസയ്ക്ക് ഇത്ര ലക്ഷം തന്നിട്ടുണ്ട്, ഇപ്പൊ സ്റ്റേജിൽ വെച്ചിട്ട് ഇത്ര ലക്ഷം ഇയാൾ ഓഫർ ചെയ്തിട്ടുണ്ട്, ഇയാൾ വലിയ പൈസക്കാരനൊക്കെയാണ് എന്നാൽ അത്തിപ്പറ്റ ഉസ്താദിനെ പറഞ്ഞു. അത്തിപ്പറ്റ ഉസ്താദ് നിങ്ങളെ പൈസക്ക് അള്ളാഹു സമുദായത്തിനും ദീനിനും ഉപകാരമുള്ളതാക്കി തരട്ടെ എന്ന് അത്തിപ്പറ്റ ഉസ്താദ് ദ്വാരം ചെയ്തു. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട സുലൈമാനാജി ഒരു സംഖ്യ, എന്റെ ഒരു അഭിപ്രായം 1 ലക്ഷം ഉണ്ടാവുന്നതാണ് എന്റെ ഒരു അഭിപ്രായം, ഞാൻ ചോദിച്ചിട്ടില്ല, എണ്ണി നോക്കിയിട്ടില്ല, എന്റെ അഭിപ്രായം എന്നാ, ഞാൻ എന്റെ പേപ്പറിൽ സൈക്കിൾ കൊടുത്ത് കൂടൊന്നും വേണ്ട. അപ്പൊ ഈ സംഖ്യ പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞ് കയ്യിൽ പിടിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ചെറുശ്ശേരിസ്ഥാനം കയ്യിൽ കൊടുത്തു. എടുത്ത് നിങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന്റെ വകങ്ങൾക്കാണ്. ഇതെത്താ ചോദിച്ചത്, ഇത് പൈസയാണ്. എന്ത് പൈസ ചോദിച്ചു? എന്റെ വകങ്ങൾക്കാണ്, നിങ്ങൾക്ക് എന്റെ വകങ്ങൾക്ക് തരികയാണ്. എന്റെ ഇഷ്ടംപോലെ പൈസ ഉണ്ട് വെച്ചാൽ എന്റെ വക പൈസ ഒന്നും വേണ്ടാണ്, എന്റെ ഇഷ്ടംപോലെ പൈസ ഉണ്ട് പറഞ്ഞു. ഇയാള് വല്ലാത്തൊരു ഇടങ്ങേറായി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സുലൈമാനാജി പറയാണ്, അപ്പുറത്തുണ്ടല്ലോ ഒരു സമസ്ത എന്ന സംഘടന, അതിന്റെ സെക്രട്ടറി ഇല്ലാത്ത സ്ഥാനം മാനം എനിക്കുണ്ടാക്കി നോട്ടീസ് എഴുതി പോസ്റ്റർ ഒട്ടിച്ച് ഗേറ്റ് മുതൽ മർക്കസിന് ഉള്ളിൽ വരെ ദപ്പും കൂട്ടി ഇന്നെ കൊണ്ടുപോയിക്കാണ്ട് സ്റ്റേജ് മേലെടുത്ത് പുളിയണ്ടറാക്കിയാണ്ട് ഇന്ത്യ എത്ര പൈസ അയാൾ വാങ്ങിക്കണേ. അതും ഒരു സെക്രട്ടറി തന്നെയാണ്, ഇതും ഒരു സമസ്തന്റെ സെക്രട്ടറി തന്നെയാണ്. കൈക്ക് പൈസ വെച്ചു കൊടുത്ത് നോക്കുമ്പോൾ എന്റെ ആവശ്യത്തിന്റെ അടുത്ത് പൈസ ഉണ്ട്, എന്റെ പൈസന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതും ഒരു സെക്രട്ടറിയാണ്. ഈ കഴിഞ്ഞ റമദാനിൽ, അതിന് മുമ്പത്തെ റമദാനിൽ റഹ്മത്തുള്ള ഖാസിമിയുടെ പരിപാടി കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സൈനുൽ ഉലമ കൊണ്ടോട്ടിക്ക് ഇങ്ങനെ വരികയാണ്. കഴിഞ്ഞ റമദാൻ 2 റമദാന് മുമ്പ് അങ്ങനെ വന്ന് ഏകദേശം രാമനാട്ടര എത്തിയിട്ടുണ്ട് വണ്ടി. അപ്പൊ ഡ്രൈവർക്ക് ഒരു ഫോണ് വിളിക്കണത് പിന്നെ അബ്ദുൽ വഹാബ് MP ആണ്. വിളിച്ചിട്ട് ഡ്രൈവറെ വിളിച്ചിട്ടാറോ, ചെറുശ്ശൂർസ്ഥാന്റെ ഡ്രൈവറല്ലേ, അതെ, നിങ്ങൾക്ക് ഇവിടെ എത്തി രാമനാട്ടർ എത്താനായിട്ടുണ്ട്. ഉസ്താദോട് സമ്മതം ചോദിച്ച് പ്രയാസമില്ലെങ്കിൽ ഒന്ന് സൈഡാക്കി, ഞങ്ങളെ ബാക്കിലുണ്ട്, എനിക്ക് ഉസ്താദോട് ഒരു കാര്യം പറയാനാണ്. അപ്പൊ ഉസ്താദോട് സമ്മതം ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു ആരാണോ ചോദിച്ചു, ഇന്ന ആളാന്ന് പറഞ്ഞു. എന്നവന് സൈഡാക്കിക്കോ പറഞ്ഞു. അങ്ങനെ വണ്ടി സൈഡാക്കി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അബ്ദുൽ വഹാബ് എത്തി. മൂപ്പര് വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കെട്ടു സംഖ്യ, ഇതൊക്കെ നമ്മളെ അനുഭവത്തിലുള്ളതും ഡ്രൈവറും പറഞ്ഞ വിഷയങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇതിങ്ങനെ ഉസ്താദ് ഗ്ലാസ് കൊണ്ട് താത്തി ഉസ്താദെ കയ്യിൽ കൊടുത്തിട്ട് റമദാൻ മാസമാണല്ലോ, ഇതിന്റെ സക്കാത്തിന്റെ പൈസയാണ് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു ഞാൻ സക്കാത്തിന് അർഹനല്ല, ഞാൻ സക്കാത്തിന് അർഹനല്ല. അപ്പൊ ഡ്രൈവർ പറയാണ്, ആ സമയത്ത് അബ്ദുൽ വഹാബിന്റെ മുഖം അയാളെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ കാലം ഒരാൾക്കാണ് പൈസ കൊടുത്തപ്പം സക്കാത്തിന്റെ പൈസയാണെന്ന് പറഞ്ഞ് കൊടുത്തപ്പം ഞാൻ അതിന് അവകാശിയല്ല എന്ന് പറഞ്ഞ പൈസ വാങ്ങാതെ സംഭവം ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഞാൻ സക്കാത്തിന് അവകാശി 8 ഉണ്ട്, ആ 8 കൂട്ടത്തിൽ ഞാൻ സക്കാത്തിന് അവകാശമില്ല, അവകാശികൾ കൊടുത്തളിയായിരുന്നു. അപ്പൊ ഇയാള് പറഞ്ഞു ഇതാ നിന്റെ വക സ്വതക്കയാണ് പറഞ്ഞു. അതിപ്പോ എങ്ങനെ ഞാൻ സ്വതക്കാക്കിയത് ചോദിച്ചു. ഇത് സക്കാത്തിന് പൈസ എനിക്ക് തന്നതല്ലേ, പിന്നെ എങ്ങനെയാണ് സ്വതക്കാക്കിയത് ചോദിച്ചു. അത് വാങ്ങില്ല. ഈ നിലക്ക് ജീവിതത്തിൽ സാമ്പത്തികമായ വിശുദ്ധിയും ശാരീരികമായ വിശുദ്ധിയും ഏതൊക്കെ വിശുദ്ധി ഒരു മനുഷ്യൻ ആവശ്യമുണ്ടോ ആ വിശുദ്ധികൾ മുഴുവനും ജീവിതത്തിൽ കൊണ്ടുനടന്ന് മറ്റുള്ളവർക്ക് മാതൃകായോഗ്യരായി, അത് വലിയൊരു വിഷയമാണ്. മറ്റുള്ളവർക്ക് മാതൃകാകുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിഷയമാണ്. സ്വകാര്യ ജീവിതവും പരസ്യ ജീവിതവും കുടുംബ ജീവിതവും ആളുകൾക്ക് മാതൃകയാകുന്ന രൂപത്തിൽ കൊണ്ടു നടക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാണ്. പരസ്യ ജീവിതം ചിലപ്പോൾ നമുക്ക് മാതൃകയാക്കാൻ പറ്റും. രഹസ്യ ജീവിതം 90% ആളുകൾക്കും മാതൃകയാക്കാൻ വളരെ പ്രയാസമായിരിക്കും. പരസ്യ ജീവിതം ആളുകൾക്കിടയിലൊക്കെ വലിയ ആളുകളായിട്ട് നടക്കുമ്പോൾ അയാൾ അങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണ്, മറ്റയാൾ അങ്ങനെയെന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ അയാളുടെ രഹസ്യ ജീവിതം എങ്ങനെയാണ്, അയാളുടെ കുടുംബ ജീവിതം എങ്ങനെയാണ്,
അതിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഏതൊരു മനുഷ്യന്റെയും ബാക്ക്ഗ്രൗണ്ട് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. വർഷങ്ങൾക്ക് മുമ്പ് കുഴിമണ്ണ പഞ്ചായത്ത് SKSSന്റെ സമ്മേളനം എക്കാപറമ്പിൽ വെച്ച് നടക്കുകയാണ്. അന്ന് അതിന്റെ ചെറിയൊരു പ്രവർത്തകൻ എന്ന നിലക്ക് ഞാനുണ്ട്. പിന്നെ ക്ലസ്റ്റർ കമ്മിറ്റികളൊക്കെ നിലവിൽ വരുന്നതിന് മുമ്പ് പഞ്ചായത്ത് കമ്മിറ്റി. അന്ന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ക്യാമ്പ് സമ്മേളനം എക്കാപറമ്പിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പതാക ഉയർത്തലും ദുആ ചെയ്യലും ഉസ്താദിനെയാണ് അന്ന് ഏൽപ്പിച്ചത്. അപ്പൊ അങ്ങനെ അന്ന് വീട്ടിൽ പോയിട്ട് ഡയറിയിൽ എഴുതി വെച്ചപ്പം ഏൽപ്പിക്കണമ്പോ അതിനവർ നമ്പർ എഴുതി കൊടുക്കണം. അത് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും വിളിക്കാൻ നേരം നമ്പർ എഴുതി കൊടുക്കണം. അങ്ങനെ അന്ന് തലേന്ന് പരിപാടി നടക്കുന്ന തലേന്ന് രാത്രി എന്റെ ഫോണിലേക്ക് വിളിച്ച് ഞാൻ നമ്മൾ സാധാരണ ചോദിക്കണ ആരാന്ന് വെച്ചു. ഇത് ജയനുദ്ദീൻ മൊലിയാരാണ് കാരണം. അപ്പോഴും നമുക്ക് ആളെ മനസ്സിലാണില്ല. എവിടുന്നാണ്? ഇത് ചമ്മാട് ദാർഹുദയെന്നാണ്. അപ്പോൾ നമ്മൾ ആഫിയത്തും ഞാൻ പോയി കരുതി പറഞ്ഞല്ല. അപ്പൊ ഞാൻ എന്റെ ഉസ്താദേന്ന് വെച്ചു. നാളല്ലേ പിച്ച പരിപാടി എഴുതി വെച്ചിന്. ആ നാളെ അത് നാളെ പിച്ചാന് വരാൻ കൂടില്ല. ദത്തപ്പ എന്നെ കാട്ടുന്നു വെച്ചു. അപ്പൊ ഉസ്താദ് എന്താ പ്രശ്നം എന്ന് വെച്ചു. എനിക്ക് ഇങ്ങനെ ഇങ്ങനെ അർജന്റ് വേറെ സ്ഥലത്തേക്ക് പോകാണ്ട് എന്താ പേര് കാട്ടുന്നു വെച്ചു. അത് ഞങ്ങൾ എന്തെങ്കിലും നടത്തിക്കൊള്ളാം, നിങ്ങൾ വേറെ തന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടു ചോദിച്ചു, അല്ല അന്ന് പതാക പാര് ഉയർത്തിയേ, അന്ന് പരിപാടി ഇപ്പൊ എങ്ങനെയൊക്കെയാ നടത്തിയത്, ഞാൻ വരാഞ്ഞിട്ട് അത് ഇറങ്ങിയറായോ, ഞാൻ വരാഞ്ഞിട്ട് അത് സ്വീപ്പായോ എന്ന് ചോദിച്ച നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട ശൈഖുനാ സൈനുൽ ഉലമ. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ നിലക്ക് പ്രവർത്തകന്മാരുടെ മനസ്സിന്റെ താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഓരോരുത്തർക്കും ചോദിക്കും, ഉസ്താദ് ഇന്നോട് നല്ല ഇഷ്ടമാണ്. ചെറിയ കുട്ടിക്ക് തോന്നും ഇന്നോടുള്ള ഇഷ്ടമാണ്. SKSN പ്രവർത്തകന്മാർക്ക് തോന്നും ഉസ്താദ് ഇന്നോടാണ് നല്ല ഇഷ്ടം. മുതലാളിമാർക്ക് തോന്നും നമ്മളോടാണ് വലിയ ഇഷ്ടം. സമസ്തയുടെ സമുന്നതന്മാരായ നേതാക്കന്മാർക്ക് തോന്നും ഉസ്താദിന് ഇന്നോടാണ് വലിയ ഇഷ്ടം. അങ്ങനെ എല്ലാവർക്കും ഒരു ഇഷ്ടക്കാരനായി, ആർക്കും ഒരു വെറുപ്പ് തോന്നാതെ, സമസ്തയുടെ വിരോധികൾ പരസ്യമായി വിമർശിക്കുമ്പോഴും ഫിഖഹിന്റെ വിഷയത്തിൽ മസല പറയാൻ അത് ചെറുശ്ശേരി സൈനുദ്ദീൻ മൂല്യാരെ കഴിഞ്ഞിട്ടേ ബാക്കി ആളുകളുള്ളൂ എന്നും മറുഭാഗത്തുള്ള ആളുകൾ പോലും പലപ്പോഴും പറയാറുണ്ട്. ആ ഒരു ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തി ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കാനുള്ള ഒരു മഹാഭാഗ്യം. സമസ്തയുടെ 90ാം വാർഷിക സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടക്കുമ്പോഴും ആ ക്യാമ്പ് നടക്കുമ്പോഴും എല്ലാവരുടെ മനസ്സിലുള്ള ചോദ്യം, കോയക്കുട്ടി ഉസ്താദ് വരൂലേ, ചെറുശ്ശേരി ഉസ്താദ് വരൂലേ? എല്ലാവരും സംസാരിക്കുമ്പോൾ ഈ ഒരു ചോദ്യം മാത്രമാണ്. സമസ്തയുടെ 90ാം വാർഷിക സമ്മേളനം കേരള ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ലക്ഷോപലക്ഷം ആളുകൾ പങ്കെടുത്ത മഹാസംഗമം നടക്കുമ്പോഴും ആളുകൾ പരസ്പരം ചോദിച്ചത് ചെറുശ്ശേരി ഉസ്താദ് വരൂലേ, കോയക്കുട്ടി ഉസ്താദ് വരൂലേ എന്നാണ്. അവർ രണ്ടുപേരും പങ്കെടുക്കാത്ത സങ്കടത്തിൽ, അവരെ കാണാത്ത, അവരുടെ വാക്ക് കേൾക്കാത്ത സങ്കടം ഇന്നും കേരളത്തിലുള്ള മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരുടെ മനസ്സിലുമുണ്ട്. നമ്മുടെ നേതാക്കന്മാർ ഒരുപാട് ആളുകൾ രോഗികളാണ്. കോയക്കുട്ടി ഉസ്താദ് വാർദ്ധക്യ സഹജമായ രോഗത്തിൽ കിടപ്പിലാണ്. അല്ലാഹു തആല ശിഫ നൽകുമാറാകട്ടെ, ശിഫ നൽകുമാറാകട്ടെ. ഇന്ന് ആനക്കര ചെന്ന് നോക്കിയാൽ നമുക്ക് കാണുന്ന രംഗമുണ്ട്. ആനക്കര വീട്ടിൽ പോയി നോക്കിയാൽ നമുക്ക് കാണുന്ന രംഗം, എളാപ്പാന്റെ ഖബറിന്റെ അടുത്ത് ഖബർ വെട്ടിയിട്ടുണ്ട് കോയക്കുട്ടി ഉസ്താദ്. എളാപ്പാന്റെ ഖബറിന്റെ അടുത്ത് ഖബർ വെട്ടിയിട്ട് മരണശേഷം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വസിയത്ത് എഴുതി മകനെ ഏൽപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്. ഞാൻ പകരം മരിച്ചാൽ ഇന്ന സമയത്ത് മയ്യത്ത് കുളിപ്പിക്കണം, രാത്രി മരിച്ചാൽ ഇന്ന സമയത്ത് മയ്യത്ത് കുളിപ്പിക്കണം, മയ്യത്ത് കാണാൻ വരുന്നവർ ഇതിൽ കൂടെ വരണം, ഇതിൽ കൂടെ ഇറങ്ങിപ്പോകണം എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ചെലവിൽ ചെറിയ മതിലൊക്കെ കെട്ടി സ്ഥലങ്ങളൊക്കെ വേർതിരിച്ചു വെച്ചിട്ടുണ്ട് സമസ്തയുടെ പ്രസിഡന്റ് കോയക്കുട്ടി ഉസ്താദ്. അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള ഉഖ്റവിയായ പണ്ഡിതന്മാരാണ് പൊന്നാര ഹബീബന്മാരെ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തിനു പേടിക്കണം, നമ്മൾ എന്തിനു ഭയപ്പെടണം? ഇങ്ങനെ ഇഖ്ലാസിലും തഖ്വയിലും പടച്ചോരെ പേടിയിൽ മാത്രം ജീവിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ കഴിഞ്ഞുപോയ കാലത്തും നമ്മൾക്ക് നേതൃത്വം നൽകിയവരാണ്. കണ്യത്ത് ഉസ്താദ് സമസ്തന്റെ പ്രസിഡന്റായ സമയത്താണ് മമ്പാട് മഴയില്ലാതെ വെള്ളമില്ലാതെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സംഭവമുണ്ട്. ബർക്കത്തിന് വേണ്ടിയിട്ട് പറയാണ്. മമ്പാട് പ്രദേശത്ത് മഴക്കാലത്ത് മഴ പെയ്യാതെ പ്രയാസപ്പെട്ടു ആളുകൾ. പാടം പറ്റി വരണ്ട്, വിണ്ടു കീറി, ആണിച്ചാലുകളൊക്കെ ഉണങ്ങി, കൃഷികൾ ഉണങ്ങി, കിണറ്റിലും കുളത്തിലും വെള്ളമില്ല, പ്രയാസപ്പെട്ടു. ആളുകൾ പറഞ്ഞു നമ്മൾ എന്താ ചെയ്യുക, വാഴക്കാട്ട് പോയിട്ട് കണ്യത്ത് മൂല്യരെടുത്ത് പോയിട്ട് ദ്വാരിപ്പിക്കുക. പഴയ ആളുകളുടെ സംസാരം എങ്ങനെയാണ്, കണ്യത്ത് മൂല്യരെടുത്ത് പോയിട്ട് ദ്വാരിപ്പിക്കുക. അങ്ങനെ വാഴക്കാട് വന്നു. കണ്യത്തുസ്താരത്ത് വന്നിട്ട് പ്രയാസങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങളൊന്ന് ദ്വാരക്കാൻ വേണ്ടി വരണം. കണ്യത്തുസ്താ പറഞ്ഞു ഞാൻ വരാം, പക്ഷെ ഞാൻ വരണമെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്. ഞാൻ വരുന്ന അന്ന് എല്ലാ ആളുകളും ആ വെള്ളമില്ലാത്ത ഉണങ്ങിയ പാടുണ്ടല്ലോ, ആ പാടത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കണം. മനുഷ്യന്മാർ മാത്രം പോരാ, അവരവരുടെ വീട്ടിൽ അവരവരെ വളർത്തുന്ന നാക്കാലികളെയും കൊണ്ടുവരണം. ഞാൻ വരുമ്പോൾ എല്ലാവരുടെ പാടത്തുണ്ടാകണം എന്നാണ്. കണ്യത്ത് ഉസ്താദ് വരുന്നു.
ആളുകളൊക്കെ ആവേശത്തോടെ മഴയില്ലാതെ വിഷമിച്ചു നിൽക്കുന്ന ആളുകൾ കണ്ണിയത്തുസ്ഥാന്റെ വരവിനെ കാത്തു നിൽക്കുകയാണ്. അന്നും ഇവിടെ പല പല മഹാന്മാരുണ്ടായിരുന്നു. അങ്ങനെ കണ്ണിയത്തുസ്ഥാദ് വന്നിട്ട് ഒറ്റ പ്രഖ്യാപനം, മനുഷ്യന്മാരൊക്കെ കരക്കത്ത് കണ്ട് കയറി കാണാൻ നാക്കാലികളെ മാത്രം പാർത്തു മതിയാണ്. സമസ്തന്റെ പ്രസിഡന്റാണ്. മനുഷ്യന്മാരെ കണ്ട് കയറി എല്ലാവരും കരക്കത്ത് കണ്ട് കയറി, നാക്കാലികളെ മാത്രം മതിയാണ്. മൂരിയും പോത്തും മാടും അടക്കമുള്ള നാക്കാലികൾ പാടത്തിങ്ങനെ തടിച്ചുകൂടി നിൽക്കാൻ ആ മൃഗങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെന്നു മഹാനായ കണ്ണിയത്തുസ്ഥാദ്. എന്നിട്ട് കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് കണ്ണിയത്തുസ്ഥാദ് ആർക്കും പറയാറുണ്ട്, യാ വദൂദ് യാ വദൂദ്. കണ്ണിയത്തുസ്ഥാനെ ദുആ കേട്ടവർക്കറിയാം. യാ വദൂദ് എന്ന പടച്ച തമ്പുരാന്റെ പേരുച്ചരിച്ചുകൊണ്ട് കണ്ണിയത്തുസ്ഥാദ് ദുആ ചെയ്യുമ്പോൾ പറയാണ്, പടച്ചോനെ ഈ ദുആരിക്കണത് കണ്ണിയത്ത് അഹമ്മദാണെന്ന് എനിക്കറിയാലോ പടച്ചോനെ. ഞാൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു ഹറാമ് ഞാൻ ചെയ്തിട്ടില്ല, പലിശ വാങ്ങിയിട്ടില്ല, കൊടുത്തിട്ടില്ല, കള്ളു കുടിച്ചിട്ടില്ല, ഹറാമ് ചെയ്തിട്ടില്ല, ഞാൻ ഒരാൾക്കൊന്നും കൊടുക്കാറില്ല, ഒരാളോട് ഞാൻ വേണ്ടാത്തതൊന്നും പറഞ്ഞിട്ടില്ല, അയൽവക്കക്കാരോട് ഞാൻ പിണങ്ങിയിട്ടില്ല, കുടുംബക്കാരോട് ഞാൻ പിണങ്ങിയിട്ടില്ല, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പരിപൂർണ മുഅ്മിനാണ് പടച്ചോൻ, എനിക്കറിയില്ലേ. ഒരാൾ ഒരു യഥാർത്ഥ മുഅ്മിനായാൽ ആ മുഅ്മിനിനെ സഹായിക്കേണ്ട എന്റെ ബാധ്യതയല്ലേ. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ സഹായിക്കാന്നുള്ളത് നിന്റെ ബാധ്യതയാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പരിപൂർണ മുഅ്മിനാണ്. അതുകൊണ്ട് പടച്ചോനെ, നാട്ടുകാർക്ക് മഴയില്ലാതെ അടങ്ങേറിലാണ്, നാക്കാലികളും കുടുങ്ങി, ഇവിടുത്തെ ഇരികാലികളും കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചോനെ ഞങ്ങൾക്ക് മഴ വേണം. കണ്ണിയത്തുസ്ഥാന്റെ ദുആ. ഈ ദുആ കേട്ടപ്പോൾ ചുറ്റും കയറി നിൽക്കുന്ന മനുഷ്യന്മാരുടെ കയ്യും കാലും വിറക്കുകയാണ്. എന്നിട്ട് കണ്ണിയത്തുസ്ഥാദ് രണ്ടാമത് പറയുന്നു, പടച്ചോനെ ഇന്റെ മാതിരി തന്നെയാണ് ഈ നാക്കാലികളും, ഒരു തെറ്റും എന്നോട് ചെയ്തിട്ടില്ല. ഈ നാക്കാലികൾ ആരും നിന്നോട് തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ നാക്കാലികളും കണ്ണിയത്ത് അഹമ്മദും എന്നോട് പറയണേ, ഞങ്ങൾക്ക് മഴ വേണം പടച്ചോനെ. ഈ ദുആ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആകാശം മേഘാവൃതമാകുന്നു, വെട്ടുന്നു, മിന്നടിക്കുന്നു, ആകാശം കറുത്തിരുണ്ട്, ശക്തമായ മഴ പെയ്യുന്നു. കേരളത്തിൽ നടന്നുപോയ സംഭവമാണ്. മുസ്തജാബ് ദഅവയായ മഹാനായ കണ്ണിയത്തുസ്ഥാദ് മഴയില്ലാത്ത കാലത്ത് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ദുആ ചെയ്ത് മഴ പെയ്യിപ്പിച്ച മഹാനായ കണ്ണിയത്തുസ്ഥാദ്. അള്ളാഹു അവിടത്തോടുകൂടെ സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മഴ പെയ്യാൻ നേരത്ത് ദ്വാരന്നാണ് മഴ പെയ്യിപ്പിച്ച ആൾക്കാർ വേറുണ്ട്, ഞാനപ്പോ പറയണില്ല. ഇടിങ്ങട്ടി വെട്ടിയിട്ട് മിന്നടിച്ചിട്ട് കാറ്റങ്ങോട്ട് അടിച്ചിട്ട് പന്തലക്കാൻ അമ്പലം മറിഞ്ഞിരിക്കുകയാണ് സ്റ്റേജൊക്കെ. ആ സമയത്ത് ഒരു കുളിയന്ത്രി ചവിട്ടി വന്നിട്ട് പറയാണ്, ഉസ്താദ് ഇപ്പൊ മയക്ക് വേണ്ടി ദ്വാരങ്ങളിൽ മഴ പെയ്തു എന്ന് പറഞ്ഞു. ആദ്യം ദ്വാരം മഴ അങ്ങോട്ട് പെയ്തു, പെരുമഴ. പിന്നെ വാട്സപ്പ് തുറക്കാൻ പറ്റുക, ഫേസ്ബുക്കും തുറക്കാൻ പറ്റുക, പിറ്റേന്ന് പത്രം നോക്കാൻ പറ്റുക. ഉസ്താദിന്റെ കറാമത്ത്, അജ്ജാതി കറാമത്ത് നമുക്ക് ആവശ്യമില്ല. മഴ ഇല്ലാത്ത സമയത്ത് ദുആ ചെയ്തിട്ട് മഴ പെയ്യിപ്പിച്ച കറാമത്ത്. ശരീരത്തിന് വൈകല്യങ്ങളും രോഗങ്ങളും ശരിയായ രൂപത്തിലുള്ളവർ ദുആ ചെയ്തിട്ട് അവിടെ രോഗം ശിഫയായ കറാമത്ത്. കാലിങ്ങനെ കൊച്ചറങ്കാറായിട്ട് വന്നാണ്ട് സ്വലാത്ത് നഗറിൽ കൊച്ചറങ്കാറായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നാണ്ട് അവന് മുന്നിലിരുത്തി വമ്പിച്ച ദുആ കഴിഞ്ഞാൽ പിന്നെ നീച്ചാണ്ട് നടന്നു. നമ്മളിപ്പോ ഈ ശാസ്ത്രം അതൊന്നും പറയുന്നില്ല. അങ്ങനത്തെ കറാമത്തല്ല ഈ പറയണത്. ഈ നിലക്ക് അള്ളാഹനെ മാത്രം പേടിച്ചു നടന്ന മഹാന്മാരായ മുഖ്ലിസീങ്ങളായ മുത്തഖീങ്ങളായ ആളുകൾ, ആ കണ്ണിയത്തുസ്ഥാദിന്റെയും മഹാനായ ശംസുൽ ഉലമയുടെയും അനന്തരാവകാശികളായി ഈ സമുദായത്തിന് നേതൃത്വം നൽകിയ മഹാന്മാരായ പണ്ഡിതന്മാർ. അതിൽ ഏറ്റവും വലിയ കണ്ണിയായിരുന്നു മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. നമുക്കറിയാം, കൊണ്ടോട്ടിയിലും പരിസരങ്ങളിലും അവസാനത്തൊരു വാക്ക് ഏതൊരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു നേതാവിന് ഉഖ്റവിയായ ഒരു പണ്ഡിതന് ഉണ്ടായിരിക്കേണ്ട എല്ലാ അടയാളങ്ങളും ഒത്തിണങ്ങിയ മഹാനായ പണ്ഡിത സൂര്യതേജസ് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ഇന്ന് ദാറുൽ ഹുദയുടെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അവിടുത്തെ ആ ഒരു സ്നേഹിച്ചതിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസുണ്ട്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഖിവാമുദ്ദുനിയ, ഈ ലോകത്തിന്റെ നിലനിൽപ്പ് 4 കാര്യം കൊണ്ടാണ്. ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത് 4 കാര്യം കൊണ്ടാണ്. ഇമാം ബുഖാരി തങ്ങൾ ഈ ഹദീസ് സുദീർഘമായ ഹദീസാണ്. ഖിവാമുദ്ദുനിയ ബി 4 അശ്യാഇൻ അവ്വലുഹാ ബി ഇൽമിൽ ഉലമാഇ. ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ ഇൽമു കൊണ്ടാണ് ഈ ദുനിയാവ് നിലനിൽക്കാനുള്ള 4 മാനദണ്ഡങ്ങളിൽ ഒന്ന് ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ ഇൽമാണ്. ആ ഉഖ്റവിയായ പണ്ഡിതന്മാർ ഇവിടെ നിന്ന് ഇല്ലാതെയായി പോയാൽ ഈ ലോകം നശിച്ച് അവസാന നാശത്തിന്റെ വക്കിലേക്ക് ഈ ലോകം എത്തിച്ചേരും. അപ്പൊ അങ്ങനത്തെ പണ്ഡിതന്മാർ ഇവിടെ നിലനിൽക്കണം. അങ്ങനത്തെ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നവരും ഇവിടെ നിലനിൽക്കണം. ഇത് ആഖിറത്തിലേക്കുള്ളൊരു യാത്രയാണ്. നമ്മൾ ഉയർന്നു പോന്നു, ആലമുൽ അർവാഹ് എന്ന് പോകുന്നവരാണ് നമ്മളൊക്കെ കാര്യപ്പെട്ട ആൾക്കാരാണ് നമുക്ക് തോന്നുകയാണ്. ആലമുൽ അർവാഹ് റൂഹുകളൊക്കെ ഒരുമിച്ച് കൂടിയ ലോകത്തുനിന്ന് പോന്നു നമ്മൾ.
അങ്ങനെ പോന്നു. പിന്നെ നമ്മൾ ആലമുൽ അർഹാമിലെത്തി, ഉമ്മാന്റെ പള്ളിയിലെത്തി. ആലമുൽ അർഹാം 10 മാസം ഏതാനും ദിവസം അതും നമ്മളത് അതും കഴിഞ്ഞു. ഇപ്പൊ ആലമുദ്ദുന്യയിലാണ് നമ്മളുള്ളത്, 3ാമത്തെ പാർട്ട് ആലമുദ്ദുന്യ. അത് സങ്കീർണമായ പാർട്ടാണ് ആലമുദ്ദുന്യ. അപ്പൊ അവിടെ നമ്മളുള്ളത്. ഇത് അല്ലാഹു നമുക്ക് നന്നാക്കി തരട്ടെ. ഈ ആലമുദ്ദുന്യ നന്നായാൽ വരാൻ പോകുന്ന ആലമുൽ ബർസഖ് നന്നാകും, ആലമുൽ മഹ്ശർ നന്നാകും. ആലമുൽ ബർസഖും ആലമുൽ മഹ്ശറും നന്നായാൽ ഓനെ ആലമുൽ ജന്ന സുവ്യക്തമാണ്, സ്വർഗം കിട്ടും എന്നത് ഉറപ്പാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. അപ്പൊ ഈ ആലമുദ്ദുന്യയിൽ കുറഞ്ഞ കാലത്തെ ജീവിതം നമുക്കുള്ളൂ. ഈ കുറഞ്ഞ കാലത്തെ ജീവിതത്തിൽ അദബും മര്യാദയും അമലും ഇൽമും തഖ്വയും ജീവിതത്തിൽ നല്ലോണം നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മൾ ഒരു ആലിമിന് നമ്മൾ ചീത്ത പറഞ്ഞ്, ഒരു സയ്യിദിന് നമ്മൾ ചീത്ത പറഞ്ഞ് ഓരോ കുരുത്തക്കേട് നമ്മൾ ഒരിക്കലും വാങ്ങരുത്. നോക്കൂ നിങ്ങൾ, ഈ പറയപ്പെട്ട നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ ഉപ്പയുടെ പക്കൽ നിന്ന് ഇൽമു നേടി അവിടുത്തെ 100% കുരുത്തവും പൊരുത്തവും നേടിയത് കൊണ്ടാണ് ലോകത്തറിയപ്പെടുന്ന ഈ ഒരു സ്ഥാനത്തേക്ക് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് എത്തിയത്. സ്വന്തം പിതാവിന്റെ ഉസ്താദിന്റെ കുരുത്തവും പൊരുത്തവും അത് വിലമതിക്കാനാവാത്തതാണ്. ആ ഒരു കുരുത്തക്കേട് ആര് വാങ്ങിയാലും ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ കഴിയൂല. قال النبي من خفف الاستاذ بثلاث بلوى قد بليت الميرا أوله نسيان ما تعلم وفوت عز ثم سوء الخاتمة. സ്വന്തം ഗുരുനാഥന്മാരെ അനാദരിക്കുക മൂലം, അപമതിക്കുക മൂലം, നിസ്സാരപ്പെടുത്തുക മൂലം 3 മഹാപാപങ്ങൾ അത്തരം ആളുകൾക്ക് ഉണ്ടാകുമെന്ന് സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കാണുന്നില്ലേ നമ്മള്? എത്ര കണ്ടു നമ്മള്? ഈ നിലക്ക് ഉസ്താദുമാരെ നിന്ദിച്ചാലും അപമതിച്ചാലും ജീവിതത്തിൽ തീർത്താൽ തീരാത്ത ദുരന്തത്തിന്റെ പാപക്കറകൾ ജീവിതത്തിൽ അവർക്കുണ്ടാകുമെന്ന് നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സന്ദേശത്തിൽ നിന്ന് നമ്മൾ ആശയം ഉൾക്കൊള്ളണം. കുറഞ്ഞ കാലത്തെ ജീവിതം, ആ ജീവിതത്തിൽ ഇങ്ങനെയുള്ള മഹാന്മാരുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട് ദീനുമായി ബന്ധപ്പെട്ട് ആഖിറം നന്നാക്കാനുള്ള ജീവിതം. എത്രയോ ഉലമാക്കൾ, എത്രയോ സയ്യിദന്മാർ, ഉമറാക്കൾ ഈ സമുദായത്തിന് നേതൃത്വം കൊടുത്തവർ, കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇതിന് നേതൃത്വം കൊടുത്ത എത്രയോ ആളുകൾ, അവർ കാണിച്ചു തന്ന സുന്ദരമായ വഴി. ഇപ്പൊ നമുക്കറിയാം സമസ്ത കേരള ജമിയത്തുൽ ഉലമായിലുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളും, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതിനിടയ്ക്ക് നൗഷാദാൻസിന് ഇങ്ങോട്ട് വരുന്നൊരു വിഷയം ഉണ്ടേനെ. നമ്മൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വിഷയത്തിൽ പങ്കെടുത്ത ആൾ എന്ന നിലയ്ക്ക് ഒരു കാര്യം ഓർമ്മപ്പെടുത്താണ്. നൗഷാദാൻസിന് സമസ്തയ്ക്ക് വരികയാണ് പറഞ്ഞു. അങ്ങനെ സുന്നിമാലി യോഗം കൂടി. അങ്ങനെ യോഗം കൂടി അതിൽ നമ്മുടെ നേതാക്കന്മാർ ചെറുശ്ശേരി ഉസ്താദ് അടക്കം ആറ്റപ്പൂ അടക്കമുള്ള നേതാക്കന്മാരൊക്കെ അന്നുണ്ട്. അപ്പൊ അങ്ങനെ നൗഷാദ് ഹസനി ഉണ്ട്, രാമന്തളി ഉണ്ട്, അങ്ങനെ ബന്ധപ്പെട്ട കുറെ ആളുകളുണ്ട്. ഞങ്ങൾ ഞതീക്ക് പോരുകയാണ്, ഞാൻ അതിന് രാജിവെക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരെ കൂടി വിളിച്ച യോഗത്തിൽ അന്ന് മഹാനായ സൈനുൽ ഉലമ പറഞ്ഞൊരു വാക്കുണ്ട്. ശാസ്ത്രപത് കാണിക്കാൻ പറ്റിയ വേദിയല്ലാത്തത് കൊണ്ടാണ്. അയിന്ന് സൈനുൽ ഉലമ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചൊരു വാക്കുണ്ട്, ഇത് സമസ്തയാ. അന്ന് നൗഷാദ് ഹസനി നേരെ ഇങ്ങനെ മുന്നിലിരിക്കുന്നുണ്ട്, ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണ്ട്. അവരുടെ മുഖത്ത് ചൂണ്ടിയിട്ട് സൈനുൽ ഉലമ പറഞ്ഞത് സമസ്തയാണ്. ഇങ്ങോട്ട് വന്നാൽ തോന പൈസ ഒന്നും കിട്ടൂല, വലിയ സുഖങ്ങളൊന്നും ഇവിടെ ഉണ്ടാവൂല. ഇവിടെ നിന്നാൽ ആഖിബത്ത് നന്നാകും, ഇവിടെ നിന്നാൽ അവസാനം നന്നാകും, ഈമാൻ കിട്ടി മരിക്കാൻ ഈ സംഘടനയിൽ നിന്നാൽ കഴിയും എന്ന് മഹാനായ സൈനുൽ ഉലമ അന്ന് പറഞ്ഞത് ഇന്നും ഓർക്കുകയാണ്. ആ ഒരു ഉറപ്പിന്റെ പേരിലാണ് ഈ മഹിതമായ സംഘടനയ്ക്ക് പിന്നിൽ നമ്മൾ അണിനിരക്കുന്നത്. ഒരു ഉസ്താദിനരികിൽ ചെന്നിട്ട് അന്ന് നമ്പോലംകുന്ന്, അത് ഉസ്താദിന്റെ അടുത്ത മഹലിൽ അന്ന് ജോലി ചെയ്യുന്ന സമയമാണ്. അന്നൊരു നിക്കാഹുമായി ബന്ധപ്പെട്ട സീഗയുടെ വിഷയത്തിൽ ഉസ്താദിനോട് ചില സംശയം ചോദിക്കാൻ വേണ്ടി ചെന്നു. നമ്മളൊന്നും ചെന്നാൽ പിന്നെ കിതാബ് എടുത്തിട്ട് നമ്മൾ സ്വീപ്പാക്കലൊന്നുമില്ല. നമ്മൾ കാര്യം പറഞ്ഞു തന്നിട്ട് നമ്മളെ വേഗം കഴിച്ചിലാക്കി തരലാണ്. സാധാരണ ഒരു വക്കാലത്തുള്ളൊരു നിക്കാഹാണെങ്കിൽ ആ വക്കാലത്തുള്ള നിക്കാഹ് ചെയ്യുമ്പോൾ ചില മൂല്യന്മാരൊക്കെ കടന്നുകാണ്ടിട്ട് ഇറങ്ങാറാകല. വക്കാലത്താക്കിയ ആളെ പേരും ഓന്റെ വാപ്പാന്റെ പേരും ഓന്റെ വല്യാപ്പാന്റെ പേരും പെണ്ണിന്റെ പേരും ഒക്കെപാടെ കൂട്ടിയിട്ട് കൊയമാന്ത്രമാക്കിയിട്ട് ചെല്ലണോനും തിരിയില്ല, കേൾക്കണോനും തിരിയില്ല. ഈ ഒരു അടങ്ങാറാണ്. ഒരു ഉസ്താദ് ചെന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ വക്കാലത്താക്കിയ നിക്കാഹ് ആര് വക്കാലത്താക്കിയാലും, ഇനി കുട്ടിന്റെ വാപ്പ വക്കാലത്താക്കിയാലും ഇനി ബന്ധപ്പെട്ട് വേറെ ആര് വക്കാലത്താക്കിയാലും, ഇങ്ങനെ വക്കാലത്താക്കിയാൽ ആ നിക്കാഹിന്റെ സീഗ എങ്ങനെ ഉസ്താദെ ചെല്ലുക? ഈ ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ എന്നോട് അറിഞ്ഞ് പെണ്ണോട് നോക്കണോ ചോദിച്ചു. ആ കൊടുക്കുന്ന എന്നാൽ ഞാൻ പറഞ്ഞിട്ട് എഴുതിയെടുത്തു, അതേമാതിരി പറഞ്ഞാൽ മതി.
അന്ന് ഉസ്താദ് പറഞ്ഞു വന്ന സീഗ ഇന്നും ഓർമ്മയുണ്ട്. അന്ന് ഉസ്താദ് പറഞ്ഞു, സവ്വജുതുക വഅൻകഹതുക മൗലിയതി ബിവകാലത്തിൻ ഫാത്തിമ ഇന്ന മഹറിനെ. അത് പറഞ്ഞാൽ മതി, അവിടെ ആളെ പേരൊന്നും പറയണ്ട. സവ്വജുതുക വഅൻകഹതുക മൗലിയതി ബിവകാലത്തിൻ. എന്നിട്ട് മലയാളത്തിൽ ഇങ്ങനെ ശരിക്ക് പറയണം, വക്കാലത്ത് പ്രകാരം എനിക്ക് അധികാരം കിട്ടിയ ഇന്ന പെണ്ണിനെ ഇന്ന മഹറിന് നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു. ഇന്നാളെ വക്കാലത്താക്കി എന്ന് പറയല് ഷർത്തില്ല. ഈ പെണ്ണ് ഇന്നാളെ മോളാന്ന് പറയല് ഷർത്തില്ല. ഈ പറഞ്ഞ ആര് വക്കാലത്താക്കിയാലും ഈ സീഗ പറഞ്ഞാൽ മതി. സവ്വജതുക വഅൻകഹതുക മൗലിയതി ബിവകാലത്തിൻ. വക്കാലത്ത് പ്രകാരം എനിക്ക് അധികാരം കിട്ടിയ ഇന്ന പെണ്ണിനെ ഞാനിതാ നിക്കാഹ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി. അതോടുകൂടെ ഏത് സദസ്സിലും ഏത് കൊയമാന്ത്രം പിടിച്ച വക്കാലത്തുള്ള നിക്കാഹാണെങ്കിലും നമുക്ക് ബേജാറാകേണ്ടതില്ല. ഏത് മസലകൾ വന്നാലും ഒരുപാട് വിശദീകരിക്കാണ്ട്. ഒരിക്കൽ കാളിയാലകം പള്ളിയുടെ മുമ്പിൽ ഉസ്താദ് ഇങ്ങനെ സുബീസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞ വിക്ര കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ കുറച്ച് മുജാഹിദാരായ ആൾക്കാർ വന്നു. അപ്പൊ ഉസ്താദ് എന്തൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് പോലെ ഇങ്ങനെ പോയി. അപ്പൊ നമ്മൾ ഈ സംസാരം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു സുഖമുള്ളൊരു സംസാരം എല്ലാം മനസ്സിലായി. അങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ മദ്രസ വിട്ടതിന് ശേഷം ഉസ്താദ് ഡ്രൈവർക്ക് വിളിച്ചു നോക്കി, ഉസ്താദ് വീട്ടിൽ പോരാ ദാറുദയ്ക്ക് പോയിക്കൊണ്ടു. നമ്മൾ വീട്ടിലുണ്ട്, ദാറുദയെ പോയിട്ടില്ല. അങ്ങനെ ഉസ്താദിന്റെ അടുത്ത് ചെന്നു, വർത്താനക്കാർ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, നേരത്തെ മുജാഹിദാർ വന്നില്ല, എന്തേ സംഭവം എന്ന് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, ഒന്നുമില്ല, അവർക്കൊരു സംശയം. ഇവിടെ മഗ്‌രിബിന്റെ മുമ്പ് പള്ളി ദർസുള്ള പള്ളികളിൽ മൂല്യരിട്ടാൽ ഇരുന്നുകൊണ്ട് ദിക്ർ ചൊല്ലല്ലോ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ ദിക്റിനെ സംബന്ധിച്ച് അതിന്റെ ഫളായിൽ പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഈ ദിക്ർ ഒരു വട്ടം ചൊല്ലിയാൽ ആകാശഭൂമി നരണ കൂലിണ്ട്. അങ്ങനെ ഈ ദിക്റിന്റെ ഫളായിൽ പറഞ്ഞോടത്ത് പറയുന്നുണ്ട്, ആകാശഭൂമി നരണ കൂലിണ്ട് ഒരു വട്ടം ചൊല്ലിയാൽ. അവലൊന്ന് ചോദിക്കുകയാണ്, അല്ല ഉസ്താദ്, ഇത് ഒരു വട്ടം ചെല്ലിയാൽ തന്നെ ആകാശഭൂമിന്റെ ഇടയിൽ നടന്ന കൂലുണ്ടെങ്കിൽ പിന്നത്തിനത് 15, 20, 50 വട്ടം ഇതിനെ മൂല്യാറ്റുകൾ ഇങ്ങനെ ചെല്ലണ് അതിന്റെ ആവശ്യമുണ്ടോ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്കൊരു മറുപടി പറഞ്ഞു ചോദിച്ചു. അത് ഉസ്താദ് പറഞ്ഞു, ഞങ്ങളോട് ചോദിച്ചു, ഒരു റൂമിൽ ഒരു ട്യൂബ് ഇട്ടാലേ വെളിച്ചുണ്ടാവും ചോദിച്ചു. ഉണ്ടാവും തന്നെ. എന്നാൽ രണ്ടാമത്തെ ട്യൂബ് കൂടി കത്തിച്ചാലോ ചോദിച്ചു, അവിടെ ഉണ്ടാവും തന്നെ. ഒരു മൂന്നാമത്തെ ട്യൂബ് കത്തിച്ചാലോ ആ വിളിച്ചെടുക്കാൻ പോകുമെന്ന് വെച്ചു, അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും തന്നെ. 10 രൂപ കത്തിച്ചാലോ ആ വിളിച്ചെടുക്കാൻ പോവാ, അതും ആ റൂമിൽ തന്നെ ഉണ്ടാവും തന്നെ. പിന്നെ ഒരു അവിടെ ഇരുന്നിട്ട് ഒരു വേഗം പോയിരുന്നു. ഒരു റൂമിൽ ട്യൂബ് കത്തിച്ചാൽ റൂം നിറച്ച് വെളിച്ചുണ്ടാവും. പിന്നെ ഒരു ട്യൂബും കൂടി കത്തിച്ചാലോ ആ വെളിച്ചെന്റെ ഉള്ളിലുണ്ടാവും. പിന്നെ ഒരു 10 കത്തിച്ചാലോ അതിന്റെ ആ വെളിച്ചെന്റെ ഉള്ളിലുണ്ടാവും. ഇതേമാതിരി തന്നെ 10,000 വട്ട ദിക്ർ ചൊല്ലിയാലും ഇതിന്റെ കൂലി ആകാശഭൂമിന്റെ ഇടയിൽ അറിയുന്നല്ല പറഞ്ഞ് അതവിടെ നിറഞ്ഞിട്ട് അങ്ങനെ നിലനിൽക്കും. ഒരിക്കൽ മുജാഹിദുകാരന്റെ പെങ്ങളുടെ മകളെ നിക്കാഹ് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ നിക്കാഹ് തൊലാക്കല്ലി പിരിഞ്ഞു. അപ്പൊ ഈ അമ്മമാര് മുജാഹിദുകാരാണ്. ഒരു സ്ഥലത്ത് വന്നിട്ട് പറഞ്ഞു, അല്ല ഉലമാ വറസത്തുൽ അംബിയാന്നല്ലേ? അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഉലമ അല്ലേ? ആ, ഞാൻ ഉലമ തന്നെയാണ്. അപ്പൊ അല്ല ഉലമാ വറസത്തുൽ അംബിയാണോ? ഉലമാക്കന്മാരുടെ ഉറുസുങ്ങൾക്കില്ല? ഉണ്ട്. അപ്പൊ നിങ്ങളെ ദുആക്കൊക്കെ ഉത്തരം കിട്ടണ്ടേ? കിട്ടും. അപ്പൊ നിങ്ങളല്ലേ എന്റെ പെങ്ങളുടെ നിക്കാഹിച്ച്? അത് ഞാൻ തന്നെയാണ്. എന്നിട്ട് ഇപ്പോൾ തൊലാക്കല്ലി പിരിഞ്ഞാലോ? അപ്പൊ നിങ്ങളെ ദുആ ഫലം ഉണ്ടെങ്കിൽ അത് തൊലാക്കെല്ലാം പാടില്ലല്ലോ. അവസ്ഥാന എന്റെ പോലത്തെ ഹൽക്കിങ്ങൾ ആമീൻ പറഞ്ഞ വായ്പാന്ന് പറഞ്ഞു. പിന്നെ അവനോട് നിന്നില്ല. ആ ഇന്റെ ദുആന്റെ വായ്പ ആമീൻ പറയാൻ കൂടി ചോദിച്ചു. ആ കൂടിന്ന് പറഞ്ഞു അതിന്റെ ആരാണ് പറഞ്ഞു. അവിടെ കൂടുതൽ ആലോചിക്കേണ്ടതില്ല. അപ്പൊ ചില സ്ഥലത്ത് അങ്ങനെ വസ്തുത പറയേണ്ടി വരും, അങ്ങനെ വിഷയം പറയേണ്ടി വരും. അപ്പൊ ചുരുക്കത്തിൽ ആവശ്യമുള്ളത് നർമ്മം കലർന്ന വാക്കിലൊക്കെ ബഹുമാനപ്പെട്ട് പലപ്പോഴും പറഞ്ഞു ഓർമ്മയുണ്ട്. ഒരിക്കൽ ഒരു കാളിയാരക മഹലിൽ ഒരു മരിച്ച വീട്ടിലെ ഒരു ആണ്ടിനാ തോന്നുന്നുണ്ട് ഒരു പോവാണ്. അപ്പൊ രാത്രിയാണ് പരിപാടി. ഇപ്പോൾ മദ്രസ ഉസ്താദുമാരും ഞങ്ങളൊക്കെ കൂട്ടത്തിലുണ്ട്, ഉസ്താദും ഉണ്ട്. അന്ന് ഏറ്റവും ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ആളുകളുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല രസകരമായ തമാശയൊക്കെ പറയും. അങ്ങനെ പോകുന്ന സമയത്ത് അന്ന് ഉസ്താദിനെ വണ്ടി എടുത്തിട്ടില്ല. അന്ന് വീട്ടുകാരൻ കൊടുത്തു വെച്ച വണ്ടിയാണ്. അപ്പൊ ഉസ്താദും ഉണ്ട്, ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്, ഒരു വണ്ടിക്കുള്ള ആളുകളുണ്ട്. അപ്പൊ കയറാൻ നേരത്തെ ഉസ്താദിന് ഞാൻ സംസ്ഥാന സെക്രട്ടറിയാണ്, ഞാൻ ആ മുന്നിൽ കയറുന്നു. കാരണം ഉസ്താദ് പറഞ്ഞാക്കാം, ഞാൻ സംസ്ഥാന സെക്രട്ടറിയാണ്, ഞാൻ കാര്യപ്പെട്ട ആളാണ്, ഞാൻ മുന്നിൽ കയറുകയാണ്, ഞാൻ കയറിട്ട് വെച്ച് നിങ്ങൾ കയറിക്കോളിയാണ്. അപ്പൊ അങ്ങനെ രസകരമായ തമാശകളൊക്കെ ചില ഉസ്താദ് പറയാറുണ്ട്. ഏതായാലും ഈ ഒരു സദസ്സ് ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ആ ഒരു മഹാനായ മനുഷ്യന് കിട്ടിയൊരു വലിയൊരു ഭാഗ്യം, ലോകത്ത് വളരെ ചുരുക്കം ആളുകൾക്ക് കിട്ടിയിട്ടുള്ളൊരു വലിയൊരു ഭാഗ്യം. നട്ടുവളർത്തിയ സ്ഥാപനത്തിന്റെ, പഠിപ്പിച്ച ശിഷ്യന്മാരുടെ സ്ഥാപനത്തിന്റെ മുറ്റത്ത് അന്തിയുറങ്ങാൻ ചമ്മാട് ദാൽഹുദ ഉണ്ടാക്കിയ ബാപ്പുട്ടി ഹാജി എന്ന നിഷ്കളങ്കനായ കർമ്മയോഗിയായ ധീരനായ വലിയ സൂഫി വര്യൻ എന്ന് പറഞ്ഞാൽ തെറ്റാകാത്ത രൂപത്തിൽ ജീവിതം നയിച്ച ആ മഹാനായ ബാപ്പുട്ടി ഹാജി കിടക്കുന്നതിന് സമീപത്ത് മഹാനായ സൈനുൽ ഉലമ അന്തിയുറങ്ങുകയാണ്.
നേരത്തെ വരുന്ന പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞു, പ്രൗഢമായ പ്രസംഗങ്ങളില്ലെങ്കിലും കേൾക്കുന്നവർക്ക് വലിയ രസകരമായി തോന്നിയില്ലെങ്കിലും ഇൽമിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പലരും ആ പ്രസംഗങ്ങൾ കാതോർത്തിരുന്ന വലിയ വലിയ പണ്ഡിതന്മാർ, മഹാനായ സൈനുൽ ഉലമ പ്രസംഗിക്കാൻ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ മറ്റു സമ്മേളനങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ നിന്നാൽ കടലാസം പെന്നുമായി കാത്തു നിൽക്കുന്ന എത്രയോ വലിയ ഉസ്താദുമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടുന്ന് പറയുന്ന ഇബാറത്തുകളും കിതാബിന്റെ പേരുകളും ആ മസ്അലകളുമൊക്കെ കുറിച്ചെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ പണ്ഡിതന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ മഹാനായ സൈനുൽ ഉലമ ഇന്ന് നമ്മുടെ കൂടെയില്ല. നമ്മൾ ചെയ്യേണ്ടത് അവിടുന്ന് കാണിച്ചു തന്നൊരു വഴിയുണ്ട് നമുക്ക്. ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. നമ്മൾ തളരാൻ പാടില്ല, നമ്മൾ ഒരിക്കലും പതറാൻ പാടില്ല. അവർ കാണിച്ചു തന്നൊരു സുന്ദരമായൊരു വഴി അഹ്ലുസുന്നത്ത് വൽ ജമാഅ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു വഴി. കേരളത്തിന്റെ പുറത്ത് പോയി നോക്കിയാൽ ഈ മുസ്ലിം സമുദായത്തിന്റെ പരിതാപകരമായ അവസ്ഥ കാണുമ്പോഴാണ് ഈ മഹിതമായ സംഘടന നിലനിൽക്കേണ്ട ആവശ്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒരു വാപ്പയെ പോലെ നമ്മുടെ കൂടെ നിന്നു, ഒരു നേതാവിനെ പോലെ നമ്മുടെ കൂടെ നിന്നു, നമുക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അതാത് സമയത്ത് നമുക്ക് തന്നു. ഏത് വിഷയങ്ങൾ ചെന്ന് ചോദിച്ചാലും സങ്കീർണമായ വിഷയങ്ങളൊക്കെ വളരെ സരസമായ രൂപത്തിൽ, ആർക്കും തിരിയുന്ന രൂപത്തിൽ നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു തന്ന നമ്മുടെ ഗുരുവര്യർ ഇന്ന് അന്ത്യവിശ്രമത്തിലാണ്. അള്ളാഹു അവിടുത്തെ ഖബറിടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ സ്നേഹിച്ചതിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു അവരോട് കൂടെ നമ്മൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആ ഒരു വിടവ് ഇനി നമുക്ക് തീർന്ന് ഈ മഹിതമായ സംഘടനയുടെ അമരത്ത് വരുന്നത് ഏത് ഉസ്താദാണെങ്കിലും ഏത് പണ്ഡിതരാണെങ്കിലും അവർക്ക് അല്ലാഹുത്തആല ഹിമ്മത്തും കരുത്തും ഇൽമുകൊണ്ടും ഒക്കെ അല്ലാഹുത്തആല അവരെ ശക്തിപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല, ഒരുപാട് ആളുകളോട് സംസാരിച്ചു. ഇനിയും ഒരുപാട് സദസ്സുകളൊക്കെ ഇവിടെ വരാനുണ്ട്, കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവരും മനസ്സറിഞ്ഞിട്ട് ഒരു 3 സ്വലാത്ത് ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരും കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ അല്ലാഹുവേ, ഈ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ഇതുവരെ അനുസ്മരിച്ചതും മദ്ഹ് പറഞ്ഞതും നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളെ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോവാൻ ഞങ്ങളുടെ എല്ലാമായ മഹാനായ സൈനുൽ ഉലമ ഇന്ന് ആരുടെ മണ്ണിലാണ്. അവിടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്, ഖബർ വിശാലമാക്കണേ അല്ലാഹ്. പടച്ചവനെ, അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. നാളെ സ്വർഗീയ ലോകത്ത് വെച്ച് കാണാനും കൂടാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, അവിടുത്തെ വിടവ് ഞങ്ങൾക്ക് തീർത്തു തരണേ അല്ലാഹ്. പടച്ചവനെ, അവിടുത്തെ പകരക്കാരനായ ആര് വന്നാലും അവർക്ക് നീ ശക്തി പകരണേ അല്ലാഹ്, കരുത്ത് നൽകണേ അല്ലാഹ്. ഈ ഉമ്മത്ത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പെടുമ്പോഴും ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ ശക്തമായ നേതൃത്വം ഈ സമുദായത്തിന് നൽകണേ അല്ലാഹ്. ഈ സമുദായത്തെ അനാഥകളാക്കരുതേ അല്ലാഹ്. പടച്ചവരെ, കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകി ഞങ്ങളെ ഉസ്താദുമാർ, കണ്ണിയത്ത് ഉസ്താദിനെ പോലെ ശംസുൽ ഉലമയെ പോലെയുള്ള നേതാക്കന്മാർ, അവരോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. പാണക്കാട് സാദാത്യങ്ങൾക്ക് എല്ലാ നിലക്കുമുള്ള ഹിമ്മത്ത് നൽകണേ അല്ലാഹ്. അവർക്ക് മനസ്സമാധാനം നൽകണേ അല്ലാഹ്. എല്ലാ ശത്രുതയിൽ നിന്നും അവരെ സലാമത്തിലാക്കണേ അല്ലാഹ്. അവരുടെ പിന്നാലെ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ പോറ്റുപുലർത്തിയ ഞങ്ങളെ ഉമ്മാക്കും ബാപ്പാക്കും സ്വർഗം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഒരിക്കൽ പോലും പാസ്പോർട്ട് കാണാത്ത ഞങ്ങൾ ഉപ്പമാരും ഉമ്മമാരും ഉമ്മാവും മരണപ്പെട്ടു പോയിട്ടുണ്ട്. പടച്ചവനെ, മക്കയും മദീനയും അവിടുത്തെ സ്വപ്നമായിരുന്നു, അതൊക്കെ കാണാതെ മരിച്ചുപോയ ബന്ധപ്പെട്ട ഞങ്ങളെ മാതാപിതാക്കൾ പലരും ആരുടെ മണ്ണിലാണ്. പടച്ചവനെ, അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്.
പടച്ചവനെ ഞങ്ങളെ കഷ്ടപ്പെട്ട് ഞങ്ങളെ പോറ്റി വളർത്തിയ ഞങ്ങളെ വാപ്പാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ഒരു ദിവസം പോലും നല്ല സുഖസുന്ദരമായി കട്ടിലിൽ കിടന്നുറങ്ങാതെ, നല്ല തുണിയും കുപ്പായും കൊടുക്കാതെ, കാറിൽ പോലും ഒരു ദിവസം യാത്ര ചെയ്യാതെ, നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാതെ കഷ്ടപ്പാടിൽ ജീവിച്ച ഞങ്ങളെ വാപ്പാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. പടച്ചോനെ 10 മാസം ഞങ്ങളെ ഗർഭത്തിൽ കൊണ്ടു നടന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. എന്തെല്ലാം കഷ്ടപ്പാട് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ടോ അതിനൊക്കെ പകരമായി അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. പടച്ചോനെ ഞങ്ങളെ മദ്രസ മുഴുവൻ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളെ ഉസ്താദുമാർ, ഗുരുവര്യന്മാർ എല്ലാവർക്കും പരിപൂർണമായ ആരോഗ്യം നൽകണേ അല്ലാ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ ബന്ധപ്പെട്ട എത്രയോ പ്രസ്ഥാന ബന്ധുക്കൾ, സംഘടനാ പ്രവർത്തകന്മാർ, ഒരുപാട് ആളുകൾ മരണപ്പെട്ടവരുണ്ട്. അവരുടെയൊക്കെ ഖബറിനെ വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് കോയക്കുട്ടി ഉസ്താദ് വാർദ്ധക്യ സഹജമായ രോഗത്തിലാണ്. പടച്ചവനെ ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കണേ അല്ലാ. ഒരുപാട് കാലം അവിടുത്തെ നേതൃത്വത്തിന്റെ പിന്നിൽ അണിയിറക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട PKP ഉസ്താദ് പടച്ചവനെ ശിഫയാക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. സമസ്തയുടെ സീനിയർ മുശാവറാംഗമായ ബഹുമാനപ്പെട്ട കാപ്പിലും ഉസ്താദ് പടച്ചവനെ വർഷങ്ങളായി കിടപ്പിലാണ്. ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കണേ അല്ലാ. സമസ്തയുടെ വന്യവയോധികരായ മുഴുവൻ ഉസ്താദുമാർക്കും ദീർഘായുസ്സുള്ള ആഫിയത്ത് തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ എല്ലാമായിരുന്ന മരണപ്പെട്ടുപോയ ചെമ്പരിപ്പ് ഉസ്താദ് പടച്ചവനെ അവരുടെ മരണത്തിന്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചാലും അവരുടെ സമുദായ നിയമത്തിന്റെ മുമ്പിൽ പടച്ചവനെ കൊണ്ടുവരണേ അല്ലാ. ആ സത്യം സമുദായത്തിന്റെ മുമ്പിൽ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ. പടച്ചവരെ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുഴുവൻ ഉസ്താദുമാർക്കും ശിഹറിനെ തൊട്ടവരെ കാക്കണേ അല്ലാ. എല്ലാ ആഫത്തും സീതത്തുകളെ തൊട്ടും അവരെ കാക്കണേ അല്ലാ. പടച്ചവരെ ഞങ്ങളെ നേതാക്കന്മാരെ തളർന്നു പോയാൽ ഞങ്ങളില്ല, ഞങ്ങളെ സംഘടനയില്ല. പടച്ചവരെ നേതാക്കന്മാർക്ക് ഹിഫ്ള് നൽകണേ അല്ലാ, സംരക്ഷണം നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ പല നാടുകളിലുള്ള ഒരുപാട് പ്രവാസികളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. പടച്ചവനെ എല്ലാവർക്കും ഖൈറ് നൽകണേ അല്ലാ. കുടുംബത്തെ പോറ്റാൻ, മക്കളെ പോറ്റാൻ, ഭാര്യയെ പോറ്റാൻ, ഉമ്മാനെ പോറ്റാൻ, ബാപ്പാനെ പോറ്റാൻ, നാടിലെ പള്ളിയും മദ്രസ അടക്കമുള്ള എന്തെല്ലാം ദീനീ സംരംഭങ്ങളുണ്ട് എല്ലാം നിലനിൽക്കുന്നത് പ്രവാസികളെ കൊണ്ടാണ്. പടച്ചവനെ മുഴുവൻ ആളുകൾക്ക് ഖൈറ് നൽകണേ അല്ലാ. ഒരുപാട് പ്രയാസങ്ങളുള്ള ഒരു സദസ്സിലുണ്ട്, എല്ലാവരുടെ പ്രയാസങ്ങളും തീർക്കണേ അല്ലാ, വിഷമങ്ങൾ തീർക്കണേ അല്ലാ, രോഗങ്ങളൊക്കെ ശുദ്ധിയാക്കണേ അല്ലാ. പ്രഷറുള്ളവരുണ്ട്, പ്രമേഹമുള്ളവരുണ്ട്, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, ശരീരവേദനയുള്ളവരുണ്ട്, പടച്ചവനെ ഇൻസുലിൻ കുത്തിവെക്കുന്നവരുണ്ട്. എല്ലാവർക്കും ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. നാട്ടിലുള്ള ഞങ്ങളെ മക്കൾ, ഞങ്ങളെ ഭാര്യ, ഞങ്ങളെ വീട്ടുകാർക്കൊക്കെ ഖൈറ് നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. നാട്ടുകാർക്കും ദീനിനും ദുനിയാവിനും ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളൊക്കെ സമസ്തയുടെ ഖാദിമീങ്ങളാക്കണേ അല്ലാ. ഈ സംഘടനയുടെ വലിയ പ്രവർത്തകന്മാരാക്കണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാരെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. പടച്ചവരെ ഞങ്ങളെ മഈശത്തിൽ ഖൈറ് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അതൊക്കെ സഹിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണേ അല്ലാ. പടച്ചവനെ ഈ പ്രവാസ ലോകത്തെ ജീവിതം ഒരു പരീക്ഷണമാണ്. ഇവിടെ സഹിക്കുന്ന പ്രയാസങ്ങൾക്കൊക്കെ പടച്ചവനെ നീ ഹസനത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ, ഹസനത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. പടച്ചവനെ ഒരു യന്ത്രം കണക്കെ പ്രവർത്തിക്കുന്ന പ്രവാസികളുണ്ട്. പടച്ചവനെ ജീവിതത്തിൽ ഖൈറ് നൽകണേ അല്ലാ. കൊല്ലങ്ങളായി നാട്ടിൽ പോകാതെ കടങ്ങളെ കൊണ്ട് കുടുങ്ങിയവരുണ്ട്. പടച്ചവനെ എല്ലാവർക്കും ഖൈറിന്റെ വഴി തുറന്നു കൊടുക്കണേ അല്ലാ, ഖൈറിന്റെ വഴി തുറന്നു കൊടുക്കണേ അല്ലാ. കടങ്ങളുള്ളവർക്ക് അതൊക്കെ വീട്ടാനുള്ള ഖൈറായ മാർഗം കാണിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ ഈ സെന്ററിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ പിന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും അവിടെ വെച്ച് കാണാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഇതിന്റെ പ്രവർത്തകന്മാര്, സയ്യിദന്മാര്, ആലിമീങ്ങൾ, ഉലമാക്കൾ, പ്രവർത്തകന്മാര് എല്ലാവർക്കും ഖൈറ് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ദുആ കൊണ്ട് ഏൽപ്പിക്കുന്ന മുഴുവൻ ഏൽപ്പിച്ച മുഴുവൻ ആളുകളുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ.
ഇന്നിവർ വെച്ച് മയ്യത്ത് നിസ്കരിച്ച മുഴുവൻ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. സന്തോഷം അവർക്കും ഞങ്ങൾക്ക് നാളെ സ്വർഗീയ ലോകം വരെ എത്തി നിർത്തണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളെ മരണപ്പെട്ടുപോയ മുഴുവൻ നേതാക്കന്മാർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പടച്ചോനെ, ജീവിച്ചിരിക്കുന്ന സമസ്തയുടെ ഉലമാക്കന്മാർക്ക്, ആലിമീങ്ങൾക്ക്, നേതാക്കന്മാർക്ക് എല്ലാം നിലക്കുമുള്ള സംരക്ഷണം നൽകണേ അല്ലാ. സുഹൃ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. സാഹിര്യങ്ങൾ അവിടെ സുഹൃനെ തൊട്ടുകാക്കണേ റബ്ബേ. സാഹിര്യങ്ങളുടെ സുഹൃനെ തൊട്ടുകാക്കണേ അല്ലാ. ലാലിമീങ്ങളുടെ മുന്നിനെ തൊട്ടുകാക്കണേ അല്ലാ. എല്ലാവിധ നാശങ്ങളിൽ നിന്നും സലാമത്തിലാക്കണേ അല്ലാ. ربنا عليك توكلنا وإليك نبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير آمين آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. خير വേണ്ടി ദ്വാരക്കണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.